നമ്മളിവിടെ പറയുമ്പോ ഇതൊക്കെ കേട്ട് കേട്ട് നമ്മുടെയൊക്കെ ചെവി തണുപ്പിച്ചു പോയി. പക്ഷേ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ 24 മണിക്കൂർ പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലും പൂജിക്കാമെന്നാണ് ഖമൈനി എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ പുസ്തകത്തിൽ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശ്യാമത ടീച്ചർ കണ്ടോന്നറിയില്ല. ഇപ്പോഴത്തെ ഖമൈനി ഒരു 4 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതിന്റെ അമ്മ കുഞ്ഞിനെ പോണിറ്റയിലൊക്കെ കെട്ടിയ ഒരു കൊച്ചു കുഞ്ഞ് ഒരു കൊച്ചുടുപ്പൊക്കെ ഇട്ടിട്ട് എന്തിനാണ് ആ കുഞ്ഞിനെ അതിന്റെ മാതാവ് കൊണ്ടുവന്ന് എനിക്കറിയില്ല. അത് ആ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിനെ അയാളുടെ അടുത്തേക്ക് വിടുന്നു. അമ്മ അവിടെ ഇരിക്കുകയാണ്, ഒരു 10 അടി അകലത്തിൽ അമ്മ ഇരിക്കുന്നു. ഈ കുഞ്ഞ് കമേനിയുടെ അടുത്ത് പോയിട്ട് അത് അയാൾക്ക് എന്തോ സമ്മാനം എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് മേടിച്ചിട്ട് ആ മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് എങ്ങാനും ചത്തുപോയെന്നറിയില്ല, അയാൾ ആ കുഞ്ഞിന്റെ ചുണ്ടുകളിൽ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അതിനെ കിസ് ചെയ്യുന്നു. കിസ് ചെയ്തിട്ട് ആ വൃത്തികെട്ടവൻ ചോദിക്കുകയാണ്, ആ കിഴവൻ ചോദിക്കുകയാണ്, ഹൗ വാസ് ദ ടേസ്റ്റ്. ആ കുഞ്ഞ് പകച്ചു പോയി. ഒരു 5 വയസ്സില്ലാത്തൊരു കുഞ്ഞിനെ ഇത് ഫുൾ ക്യാമറ എന്നിട്ട് ലോകം മുഴുവൻ കാണിക്കുക ഇയാൾ ചെയ്ത പ്രവൃത്തി. ഇതൊക്കെയാണ് നമ്മളുടെ സമകാലീന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുഹമ്മദിന്റെ കാലത്തൊക്കെ എന്തായിരുന്നു? ഓക്കെ, ഞാൻ നിർത്തി. ഒരു സെക്കൻഡ് അന്നേരം നമ്മുടെ താഴെ ഇരിക്കുന്ന സഹോദരന്മാരെല്ലാം നമ്മുടെ റൂം ഒന്ന് ഷെയർ ചെയ്യണേ. ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. ജാമ്യ ടീച്ചർ ശിശുഭോഗത്തെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്. എല്ലായിടത്തും എത്തട്ടെ. എല്ലാരും റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. എല്ലാരും കേൾക്കട്ടത്. ഷെയർ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അതിനത് കേൾക്കാൻ പറ്റും. ഇപ്പൊ കേട്ടില്ലെങ്കിലും പിന്നീട് അല്ലെങ്കിൽ തൊട്ട് അവർ കയറി കഴിയുമ്പോൾ അവർ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. എല്ലാവരും ചെയ്യണേ. ഓക്കെ, ഡോക്ടർ കണ്ടിട്ട് ചെയ്തോ. അല്ല, നമസ്കാരം ജാമി ടീച്ചർ. ടീച്ചർ സംസാരിക്കും, ടീച്ചർ സംസാരിച്ചോളൂ. ഇല്ലെങ്കിൽ എനിക്ക് 1 മിനിറ്റ് സമയം മതി. അല്ല, നിങ്ങൾ സംസാരിച്ചു, ഞാൻ കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ തുടരാം, നിങ്ങൾ സംസാരിക്കേ. ഓക്കെ, ഞാൻ ഈ സിസ്റ്റർ ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിനെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സൂനൻ അബു ദാവൂദ് 2386, മിഷ്കാത്ത് ആൻഡ് മസ്ബി 2005, ഈ 2 സ്ഥലത്ത് എഴുതിയേക്കുന്നത് സെയിം ആണ്. അപ്പൊ ഒരെണ്ണം വായിക്കുന്നുള്ളൂ. ആയിഷ നറേറ്റഡ്, Abul Qasim used to kiss her and suck her tongue when he was fasting. ഇത് ആയിഷ പറയും, ആയിഷനെ പറ്റി. മറ്റേ സ്ഥലത്ത് The Life of the Prophet, hadith number 1739, പിന്നെ അൽ തബരി പേജ് 36 എഴുതിയേക്കുന്നത്, ആയിഷ asked Abul Qasim, what is this? When Fatima comes to you, does she put her whole tongue in your mouth? ഇനി അപ്പൊ നമ്മള് നാക്കിന്റെ കാര്യം മനസ്സിലാക്കി, നാക്ക്. ഇനി ഞാൻ വായയുടെ കാര്യം. അൽ അദാബ് അൽ മുഫ്രാദ് 1183. Then he said, where is the little one? Call the little one to me. Hassan came running and jumped into his lap. Then he put his hand in Abul Qasim's beard. Then Prophet, may Allah bless him and grant him peace, opened his mouth and put his mouth in his mouth. ഇത് അബുൽ ഖാസിം ആ ഹസൻ എന്ന് പറഞ്ഞ പിഞ്ചു കുട്ടിയുടെ വായയിലേക്ക് സ്വന്തം വായ തിരികെ കയറ്റി. അതെങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. ആ കൊച്ചിന്റെ വായയിലേക്ക് ഇയാളുടെ വായ എങ്ങനെ കയറ്റി വെച്ചതെന്ന് അറിയില്ല. പക്ഷെ അതാണ് എഴുതിയേക്കുന്നത്. അല്ലദാ വൽ മുസ്ഫ്രാദ് 1183. എന്നിട്ട് പുള്ളി പറഞ്ഞു, then he said, oh Allah, I love him, so love him and the one who loves him. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത്, ലാഹിനെ കൈൽ മാക്രീനെ നീ പ്രേമിക്കുക, അതുകൂടാതെ എന്നെ പ്രേമിക്കുക. പിന്നെ നിങ്ങൾക്ക് മറ്റേ സക്കിംഗ് പീനസിന്റെ കാര്യം പറയേണ്ട ആവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ്. ശരി. ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടി ആകാമായിരുന്നല്ല, 3 ഹദീസുകളും കോർത്തിണക്കിയിട്ട് 1-2 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ. എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ കയ്യിൽ അതിൻ്റെ അറബി ഹദീസ് ഉണ്ട്.
പക്ഷെ എല്ലാവർക്കും ഒന്നുകൂടി ഒന്ന് മനസ്സിലാകട്ടെ. നമ്മുടെ ലൈവിലും ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. ഒന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്ന് കൂടെ തരാം. ടീച്ചർ തന്നെ പറഞ്ഞാൽ മതി, അന്നേരം ഒന്നുകൂടെ മനസ്സിലാവും. സുൻ ഡോക്ടറുടെ മലയാളം അത്ര അല്ല, ടീച്ചർ തന്നെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഒന്നുമല്ല, നോമ്പ് കാലത്ത് പോലും പ്രവാചകന് ലൈംഗിക നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളെന്നോ മകളെന്നോ ഭാര്യയെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ചുണ്ടുകൾ ഉറിഞ്ചി കുടിക്കുക, ചെറിയ കുട്ടികളുടെ ഹസന്റെ ലിംഗം ഉറിഞ്ചുക, അതുപോലെ ചെറിയ കുട്ടികളുടെ വായയിലേക്ക് തുപ്പുക, നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഫ്രഞ്ച് കിസ്, ലിപ് ലോക്ക്, ഇതൊക്കെ പ്രവാചകന് വളരെ രസകരമായിട്ടുള്ള സംഗതിയായിരുന്നു എന്ന് ഇസ്ലാമിലെ തന്നെ പ്രബല പ്രമാണങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് സംവദിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവർ മാനവരിൽ മനോഹരന്റെ തെണ്ടിത്തരങ്ങൾ എന്താണ് എന്ന് നമ്മൾ വിളിച്ചു പറയും. അത് തെണ്ടിത്തരമല്ല, മഹോന്നതന്റെ മാതൃകാ ലീലകളാണ് എന്ന് സമർത്ഥിക്കേണ്ടത് ഇവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് ഏത് കാലത്ത് ആര് ആരോട് ചെയ്താലും അത് തെണ്ടിത്തരമാണ്, തോന്യാസമാണ്, തന്തയില്ലാഴികയാണ്. ആര് ചെയ്താലും ശരി, അതിനി മുസ്താദാണെന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു പുരോഹിതനാണെന്നില്ല, ക്രിസ്ത്യൻ പുരോഹിതനാണെന്നില്ല, യുക്തിവാദിയാണെന്നില്ല, ആര് ചെയ്താലും ശരി ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ വിഷയം, ഇന്നത്തെ വിഷയത്തിന്റെ കുറച്ചൊരു ബാക്കിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള പുസ്തകം തന്നെ ആയിരിക്കും. ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ച ചില രീതികളുണ്ടല്ലോ, ശവഭോഗവും മൃഗഭോഗവും, അതാണ് നമ്മുടെ ടൈറ്റിൽ. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ട് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന മലയാള പരിഭാഷയാണ് ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് തരുന്നത്. അത് ഞാൻ ലൈവിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ക്ലബ് ഹൗസിൽ കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ, പറ്റുന്നില്ലല്ലോ. അപ്പോ ഇത് ഇബ്രാഹിം പുത്തൂർ ഫൈസി ഇറക്കിയ പുസ്തകമാണ്. ബയാനിയ പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ, പരപ്പനങ്ങാടി. ഇതിലെ 507 പേജാണ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാൻ പോകുന്നത്. 507 പേജ്. ഇതിനകത്തില്ലാത്തതാണെങ്കിലോ ഇത് യുക്തിവാദികളുടേതോ അതല്ലെങ്കിൽ മതം വിട്ടവരുടേതോ മതവിശ്വാസി അല്ലാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനികളുടേതോ ഹിന്ദുക്കളുടേതോ ഒക്കെ ആണെങ്കിൽ നിങ്ങളത് സമർത്ഥിക്കണം, കുഴപ്പമില്ല. ശിക്ഷാ നടപടികൾ എന്നാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത്. വ്യഭിചാരത്തിന്റെ ഹദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ശിക്ഷാ നടപടി, ശിക്ഷകൾ. വ്യഭിചാരത്തിന്റെ ഹദ്ദാണ് അതിൽ പ്രഥമം. കൊലയൊഴിച്ചാൽ ഏറ്റവും വലിയ പാപമാകുന്നു വ്യഭിചാരം. കൊലയേക്കാളും മുൻഗണനയുള്ളതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഹറാമാണെന്നറിഞ്ഞുകൊണ്ട് ജീവനുള്ള മനുഷ്യന്റെ, പുരുഷന്റെ അഥവാ സ്ത്രീയുടെ ഗുഹ്യത്തിൽ, മലദ്വാരത്തിലായാലും പിൻദ്വാരത്തിലായാലും, ഹഷ്ഫ അഥവാ ലിംഗത്തിന്റെ മോതിരക്കണ്ണി അതില്ലാത്തവൻ അതിൻ്റെ അത്ര പ്രവേശിപ്പിച്ച് വ്യഭിചരിച്ച പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രനെ ഇമാമോ അവന്റെ പ്രതിനിധിയോ നിർബന്ധമായും ഹദ്ദടിക്കണം, അതായത് ശിക്ഷ അടി കൊടുക്കണമെന്ന്. ഇമാമും അവന്റെ പ്രതിനിധിയുമല്ലാത്തവൻ ഹദ്ദടിക്കാൻ പാടില്ല. ഇതിൽ പിന്നെ ഇമാം കഫാലിക്ക് എതിരഭിപ്രായമുണ്ട്. മറ്റുള്ളവർക്കും ശിക്ഷിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓക്കെ, അടുത്തത് തുടകൾക്കിടയിൽ വെച്ച് ഭോഗിക്കുക. അതിന് മുസാഹക്കത്ത് എന്നാണ് പറയുക. സ്ത്രീകൾ തമ്മിലുള്ള സ്വവർഗ സംഭോഗം, അത് സ്വന്തം കൈകൊണ്ടോ ഭാര്യ ഒഴികെയുള്ള വല്ലവരുടെയും കൈകൊണ്ടോ ഉള്ള ഇസ്തിംനാ അഥവാ മുഷ്ടി മൈഥുനം. നമ്മളെന്താണ് മാസ്റ്റർബേഷൻ എന്നൊക്കെ പറയുമായിരിക്കും സ്ത്രീകളാണെങ്കിൽ. എന്തായിരുന്നാലും അതിന് ഹദ്ദില്ല, അതിന് ശിക്ഷിക്കണ്ട. എങ്കിലും ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ശിക്ഷ നൽകണം. ഭാര്യയുടെ കൈകൊണ്ട് ചെയ്യാൻ പാടില്ല, വേറെ പെണ്ണുങ്ങളുടെ കൊണ്ട് ചെയ്യാമെന്നായിരിക്കും. ശരി. ഇന്ദ്രിയം ശ്രവിക്കുന്നതുവരെ ലിംഗം കൊണ്ട് കളിക്കാൻ അവൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ വെറുക്കപ്പെട്ടതാണ് എന്നതുപോലെ. കാരണം അത് താത്വികമായി അസ്ല് അഥവാ ഈ സ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ ലിംഗം തിരിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. മൈഥുന അന്ത്യത്തിൽ ഇന്ദ്രിയം യോനിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നടപടിക്ക് തുല്യം. ബാക്കിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2 ലൈൻ. ഞാൻ ഇത്രയും വായിച്ചത്, നമ്മളിത് വായിക്കുമ്പോൾ ഇവർ പറയും ഞാൻ കട്ടെടുത്തതാണ്,
മുറിച്ചു മാറ്റിയതാണ്. അതിന്റെ മുകളിലുള്ളത് ഭാഗം വായിക്കുക, താഴെയുള്ളത് വായിക്കുക എന്ന് പറയും. ഇത് ചെവി തുറന്ന് കേട്ടോ. മൃഗത്തിന്റെയോ മൃതദേഹത്തിന്റെയോ ഗുഹ്യത്തിൽ ലിംഗം പ്രവേശിപ്പിച്ചതിന് ഹദ്ദില്ല, ശിക്ഷയില്ലാന്ന്, അത് തെറ്റല്ലാന്ന്. അപ്പോ മൃഗഭോഗവും ശവഭോഗവും ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന് ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര ഗ്രന്ഥം. ഇസ്ലാമിൽ ഈ ഗ്രന്ഥത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമസ്കരിക്കാൻ പറ്റില്ല ഇതില്ലെങ്കിൽ, നോമ്പ് പിടിക്കാൻ പറ്റില്ല ഇതില്ലെങ്കിൽ, സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഇതില്ലെങ്കിൽ. ഖുർആനും ഹദീസും മാത്രം കൊണ്ട് ഇസ്ലാം പൂർണ്ണമാകത്തില്ല. ഇസ്ലാമില് ഖുർആൻ വേണം, ഹദീസ് വേണം, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേണം, ഖിയാസ് വേണം, അതുപോലെ പിന്നെ ഇജ്മാ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം പൂർണ്ണമാകത്തുള്ളൂ. ഖുർആൻ മാത്രം കൊണ്ട് ഒരിക്കലും ഇസ്ലാം കിട്ടില്ല, ഹദീസും കൊണ്ട് കിട്ടില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഇസ്ലാം പൂർത്തിയാകത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലായല്ലോ, മൃതദേഹവുമായി ഭോഗത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. തീർന്നില്ല. ഇനിയും നമ്മള് ശിശുഭോഗം അല്ലെ, മകളെ കെട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. നോക്കാം. അത് 393 393 പേജിലാണ് അത് വരുന്നത് കേട്ടോ. ഈ പുസ്തകം ഉണ്ടല്ലോ, എല്ലാവരും പോയാലൊന്നും ഇവര് പ്രസ്സിൽ നിന്ന് തരത്തില്ല. കാരണം അവർക്കിപ്പോ മനസ്സിലായി ഈ പുസ്തകം നമ്മൾ പഠിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന്. അതുകൊണ്ട് ഞാൻ പോയിട്ട് തരാതെ കോഴിക്കോട് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഞാൻ ഇക്കായെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ഈ പുസ്തകം. അപ്പോ ഈ 393 പേജില് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ കാണാം, ആരെയൊക്കെ വിവാഹം കഴിക്കാമെന്ന് പറയുവാണ് നമ്മളോട്. സ്ത്രീയുടെയും അവളെ വിവാഹം ചെയ്യുന്നവന്റെയും ഇടയിൽ വംശപരമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്ന രീതിയെക്കുറിച്ച് പറയുവാണ്. ഏറ്റവും ഒടുവില്, തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവൾ ഹറാമല്ല. അതായത് ഇയാള് ഒരു ഫിഖ്ഹില് ഒരു നിയമമുണ്ട്, വൈൻ ഷാഫിഇയ്യൻ ഖുൽതു ഖാലൂ ബി അന്നനി ഉബീഹുൻ നികാഹൽ ബിൻതി വൽ ബിന്തു തഹ്റുമു. തൻ്റെ മകളെ വിവാഹം കഴിക്കാനുള്ള അനുമതി ഷാഫി മദ്ഹബ് പ്രകാരം ലഭിച്ചിട്ടുണ്ട്. ഷാഫി മദ്ഹബ് പ്രകാരം. അപ്പോ മറ്റുള്ളതിന്റെ കാര്യമൊന്നും പറയാനില്ലല്ലോ. ഓരോന്നിനും തലതിരിഞ്ഞ ഓരോരോ നിയമങ്ങളുണ്ട് കർമ്മശാസ്ത്രത്തില്. അപ്പൊ ഷാഫി മദ്ഹബ് പ്രകാരം ഇയാള് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയെ വ്യഭിചരിച്ചൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവള് പെൺകുട്ടിയാണെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം ഇയാൾക്ക് അനുമതി നൽകുന്നു എന്നാണ്. അപ്പോ മകളെ കെട്ടാൻ തെളിവായി, മൃഗത്തിനെ ഭോഗിക്കാൻ തെളിവായി, ശവത്തിനെ ഭോഗിക്കാൻ തെളിവായി. അല്ലാതെ സ്ത്രീയില് പട്ടിയിൽ കുട്ടി ജനിച്ചാലെന്നൊക്കെ ഉള്ളതൊക്കെ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇസ്ലാമിക നിയമങ്ങളുണ്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ടീച്ചറെ, താങ്ക് യു. നമ്മുടെ സാബു ഉണ്ട്. സാബു ഒന്ന് മൈക്ക് എടുക്കുമോ? സാബു, താങ്കൾ കേൾക്കാമോ? താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ. സാബു ഞെട്ടിയിരിക്കും, പുള്ളിക്കാരന്റെ ഗ്രന്ഥത്തിലല്ലേ കിട്ടിയേക്കണത്. ശരി, നമുക്ക് സമയം കളയാനില്ല. ഞാൻ എന്താ പറയുക, നമ്മൾ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് പോയാല് പിന്നീട് ഇവര് പറയുന്നത് ഇവർക്ക് പറയാനോ നമ്മളെ ക്രോസ് ചെക്ക് ചെയ്യാനോ ഉള്ള സമയവും സൗകര്യവും ഇവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പറയുക. എനിക്ക് ഇനിയുമുണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾക്ക് ഇവർക്കൊരു സമയം കൊടുക്കണമല്ലോ. അതാണല്ലോ ഒരു പരസ്പര ബഹുമാനം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സമയം കൊടുത്തത്. ശരി, നിങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ തുടരാം. നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടരാം. താഴെ ഇരിക്കുന്ന സഹോദരന്മാർക്കോ ആർക്ക് വേണമെങ്കിലും മേപ്പോട്ട് കയറി വരാം, മേളിൽ കയറി വന്ന്
ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോ സഹോദരന്മാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമിലേക്ക് കടന്നു വന്ന് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ജാമിത ടീച്ചറെ, ഈ ഫതഹുൽ മൊയിൻ 18+ ആണോ വായിക്കേണ്ടത്? അങ്ങനെയല്ല ഇതുണ്ടോ? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം ഓരോ ഇമാമുമാരുടേതാണല്ലോ. അതായത് പിന്നെ ഷാഫി ഇമാം, അങ്ങനെ 4 പേരുണ്ടല്ലോ, ഷാഫി, ഹനഫി, ഹംബിലി, മാലിക്കി. പിന്നെ ഓരോരോ ഇമാമുമാരുമുണ്ട്. ഓരോരുത്തരും അതിനെ അവനവന്റേതായിട്ടുള്ള ഗ്രാഹ്യത്തിനനുസരിച്ചിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതൊന്നും മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമസ്കാരം എങ്ങനെ നിസ്കരിക്കണം, എത്ര റക്അത്ത് നിസ്കരിക്കണം, നമസ്കാരത്തിൽ എന്തൊക്കെ പറയണം, പിന്നെ എത്ര ഓരോ സമയമുണ്ടല്ലോ, രാവിലെ സുബഹി 2 റക്അത്ത്, ഉച്ചയ്ക്ക് ളുഹർ 4 റക്അത്ത്, വൈകിട്ട് അസർ 4 റക്അത്ത്, സന്ധ്യയ്ക്ക് മഗ്രിബ് 3 റക്അത്ത്, രാത്രി ഇഷ 4 റക്അത്ത്, ഇങ്ങനെയൊക്കെ കിട്ടണമല്ലോ. അതൊക്കെ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഇല്ലാതെ പറ്റില്ല. അതുപോലെ സക്കാത്ത്, സ്വർണത്തിനും വെള്ളിക്കുമാണ് പിന്നെ ഇസ്ലാം സക്കാത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വജ്രം, ഡയമണ്ട്, ഇന്നതൊക്കെ ഒരുപാട് മാറിയില്ലേ. പേള്, അതിലേക്കൊക്കെ മാറിയില്ലേ. കാർഷിക വസ്തുക്കൾ അന്നത്തെ കാലത്ത് പിന്നെ കന്നുകാലികളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നതൊക്കെ ഒരുപാട് മാറിയില്ലേ. തെങ്ങ് മാത്രമൊന്നും അല്ലല്ലോ കാർഷിക വിളകളായിട്ടുള്ളത്. അപ്പോൾ അതിന് ഏതിന് എത്ര കൊടുക്കണം എന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥം നിർബന്ധമാണ്. ഇത് ഒരുപാട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രബല പ്രമാണമായി ആർക്കും തള്ളാൻ കഴിയാത്ത ഒരു ഗ്രന്ഥമാണ് ഫതഹുൽ മുഈൻ. ഞാനൊരു വാക്ക് പറയാണ് ജാമിത ടീച്ചറോട്. ജാമിത ടീച്ചറെ, ഞങ്ങള് ഇപ്പൊ 3-4 വർഷമായല്ലോ ഈ റൂം തുടങ്ങിയിട്ട്. ആദ്യ കാലങ്ങളില് ഇത് ഖുർആൻ വായിച്ച ഒരു ചുക്കും മനസ്സിലാവില്ല. അപ്പൊ ശരി, ഇവരുടെ നിയമങ്ങൾ, ഇവരിന്ന് ജീവിക്കുന്ന രീതികൾ ഏത് നിയമപ്രകാരമാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഫതഹുൽ മുഈൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് നിക്കായെ പറ്റി 450-ാമത്തെ പേജ് മുതലാണ് നിക്കാ, അതൊക്കെ ഇവിടെ ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് അപ്പോഴാണ് എന്റെ നാവ് മുറിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദ് ഇളകിക്കൊണ്ട് വന്നത്. ഈ പുസ്തകം വായിച്ചു കേൾപ്പിച്ചാൽ നമ്മുടെ നാവാണ് മുറിക്കേണ്ടതത്രേ. ഇത് എഴുതി വെച്ചവനും ഇത് പഠിപ്പിക്കുന്നവനും ഇത് പാലിക്കുന്നവനും അവരൊക്കെ ഓക്കെ, അവരൊക്കെ നല്ലവര്. ഇത് ലോകർക്ക് മുന്നിൽ ഈ രീതിയിൽ ഇപ്പൊ ടീച്ചർ വായിച്ച് കേൾപ്പിച്ചല്ലോ, ഇതുപോലെ തുറന്നു കാണും. ഒരു 79-ാമത്തെ പേജില് 75 പേജിൽ പറയുന്നുണ്ട്, ഒരു മുസ്ലിം സ്ത്രീ ആണല്ലോ ഇവരുടെ സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീ ഒരു നായയോടോ പന്നിയോടോ കൂടെ ശയിച്ചിട്ടൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് നജസായിരിക്കും, പക്ഷേ അവൻ നനവ് കൂടാതെ ഇമാമായിട്ട് നിൽക്കാം. എന്തൊക്കെയാണ് സിസ്റ്ററെ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? എനിക്ക് പലപ്പോഴും ഇസ്ലാമിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നിയിട്ടുണ്ട്. ഒരു മകൻ എഴുതിയതാണ്. ഇതെന്ത് ഗ്രന്ഥമാണ് എന്ന് തോന്നിയിട്ട്. അത് ഏതാണെന്നറിയാമോ? സിസ്റ്റർ പറഞ്ഞത് 62-ാമത്തെ പേജാണ് കേട്ടോ. ഓരോ ഗ്രന്ഥത്തില് ഓരോ രൂപത്തിലായിരിക്കുമല്ലോ പേജ്. അതായത് അതിന്റെ ചാപ്റ്റർ തന്നെ പട്ടിയിൽ ജനിച്ച മനുഷ്യൻ എന്നാണ്. 62. ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ അധ്യാപകരോട് ചോദിക്കും, അതെങ്ങനെയാ ശരിയാകുക? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കടലാണ്. നമുക്ക് കിട്ടുന്ന മറുപടിയാ. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ഇവര് നോക്കി വെക്കും. എന്നിട്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇവര് വല്ലാതെ നമ്മളെ ടോർച്ചർ ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് ടോർച്ചറിങ് അനുഭവിച്ച ആളാണ്. കാരണം എനിക്ക് വീട്ടിൽ നിന്നൊന്നും ആരും ഒരിക്കലും എൻ്റെ കോളേജിലേക്ക് എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. അവധിയാണെങ്കിൽ പോലും എനിക്ക് പോകാനും ഇടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ പിന്നെ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാനാണെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ എന്നെ ആരെങ്കിലും നോക്കിയാൽ എന്താണോ നോക്കുന്നത് എന്ന് ഏത് പ്രിൻസിപ്പൾ ആണെങ്കിലും ചോദിക്കുന്ന ഒരു നിലയിലേക്ക് എന്നെ ഇവര് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു. ആരെന്ത് ചെയ്താലും എനിക്കിത് വായിച്ചപ്പോ എനിക്കിത് പെട്ടെന്ന് തോന്നിയത്, ഇത് മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുകയല്ല ചെയ്യുന്നത്. മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുക മാത്രമല്ല, മുസ്ലിം പുരുഷന്മാർ ഈ കാറ്റഗറിയിലുള്ളവരാണ് എന്നുകൂടി മനസ്സിലാക്കി തരുവാണ്. കാരണം ഇപ്പൊ ഇയാള് പട്ടിയെടുത്ത് പോയാലും മതിയല്ലോ. സ്ത്രീയില് ഇപ്പൊ ഒരു സ്ത്രീയെ നായ സമീപിച്ചിട്ട് ഈ സ്ത്രീ ഗർഭിണിയാകുന്നത് പോലെ തന്നെ ഒരു പട്ടിയെ പുരുഷന് സമീപിച്ച പട്ടിക്കും കുട്ടിയുണ്ടാക്കി കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഇതാണ് ഇതിനകത്തുള്ളത്. നായയോ പന്നിയോ മനുഷ്യ സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തുകയും
അതിലൊരു മനുഷ്യൻ ജനിക്കുകയും ചെയ്താൽ അവൻ മാലിന്യമാകുന്നു, നജസ്സാകുന്നു. എന്നിരുന്നാലും നമസ്കാരം മുതലായ ആരാധനകൾ അനുഷ്ഠിക്കാനുള്ള മതശാസനകൾ അവന് ബാധകമായിരിക്കും. അതായത് ഇവരെല്ലാം അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ മുസ്ലിം പുരുഷന്മാരെ മോശമാക്കുന്ന രീതിയിലല്ലേ ഇവര് പെണ്ണിനെ മൊത്തം പൊതിയണമെന്ന് പറയുന്നത്. ഖുറാൻ ആയതുണ്ടോ ടീച്ചറെ? ഇതിന് ആധാരമായ ഖുറാൻ ആയത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ശവഭോഗത്തെ കുറിച്ചിട്ട് ഖുർആനില് നമുക്ക് കിട്ടത്തില്ല. ഉണ്ട്, കിട്ടത്തില്ല. ഇല്ല, അപ്പൊ ഹദീസിൽ ഇത്തരം അനാവശ്യമൊക്കെ എഴുതി വെച്ചത് ഖുറാന് ആധാരമായിട്ടല്ല. ഇത് ഇവർക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കിട്ടിയത്? ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു ഒരുക്കി കൊടുത്തതാണോ? ഇസ്ലാമിൽ അതാ ഞാൻ പറഞ്ഞത്, 4 മാനദണ്ഡങ്ങളാണ്. പ്രവാചകന്മാരായിരിക്കണമല്ലോ. അതായത് നിങ്ങൾ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടായാൽ ആദ്യം നിങ്ങൾ ഖുർആനിലേക്കും രണ്ടാമത് ഹദീസിലേക്കും മടങ്ങണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷേ ഖുർആൻ, ഹദീസ് ഇത് രണ്ടും മാത്രമല്ല, പ്രവാചകൻ ഒരുപാട് സാരോപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിന് ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അതായത് ഖുർആനിന്റെ വചനത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഹദീസുകൾക്കും. അതുപോലെ പ്രവാചകൻ ചില സന്ദർഭങ്ങളിൽ ഓരോ അഭിപ്രായങ്ങൾ എടുത്തിട്ടുണ്ടാവും. വേറെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇവരെടുക്കും. അവലംബം, അതല്ലെങ്കിൽ ചില വിഷയങ്ങളിലെ എല്ലാ പണ്ഡിതന്മാരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒരു അഭിപ്രായം അങ്ങോട്ട് സ്വീകരിക്കും. ഇജ്മാ, അങ്ങനെ ഒരുപാട് ശ്രേണികളിലായിട്ടാണ് ഇസ്ലാം പരന്നു കിടക്കുന്നത്. ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവര് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുവാണ്. ഇവർക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് ശവഭോഗം. ശരി, ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ശവഭോഗം, മൃഗഭോഗം, ശിശുഭോഗം, ഇതില് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളോ എതിരഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ശരിയല്ല എന്ന അഭിപ്രായമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 1 മിനിറ്റ് അവർക്ക് സമയം കൊടുക്കും സിസ്റ്റർ, അവര് ആലോചിക്കട്ടെ. സാബു മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. സാബു ചോദിക്കേ. സാബു ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ശരി, ഇസ്ലാമിലെ ശവഭോഗത്തിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവുകൾ ഉണ്ടോ എന്നതാണല്ലോ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. ശരി, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1285 ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരിൽ ഒരാളുടെ ശവസംസ്കാര ചടങ്ങിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം ഖബറിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അബൂ തുൽഹ മറുപടി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അബൂ തുൽഹയോട് ഖബറിൽ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവളുടെ കുഴിമാടത്തിൽ ഇറങ്ങി. ബാക്കി എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ ഖബറിൽ ഒരാൾ മരിച്ചു, ആ മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ നിൽക്കുമ്പോൾ ലോകത്താരും ചിന്തിക്കാത്ത രൂപത്തിൽ ലൈംഗികതയെ കുറിച്ച് ചിന്തിക്കാൻ ഈ മാനവരിൽ മനോഹരന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കുമെന്ന്, അതല്ലെങ്കിൽ ആർക്കും സംശയം തോന്നാത്ത വിധം എന്തിനായിരിക്കും എന്നുകൂടി പ്രവാചകൻ പറഞ്ഞു വെക്കണമായിരുന്നു. അതല്ലെങ്കിൽ ഈ മുഹദ്ദിസ് ഉണ്ട്, ഈ ഹദീസുകൾ എഴുതുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി ഇത് പറയണമായിരുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മുട്ടി നിൽക്കുന്നവർ തുനിഞ്ഞിറങ്ങിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശവമാണ്, ഇന്ന് അവര് ശവമായി, നാളെ നമ്മൾ ശവമായി. ഒരു രൂപത്തിലും എതിർപ്പ് പ്രകടിപ്പിക്കില്ല. അവിടെ ഒരു പരസ്പര ഇഷ്ടത്തിന്റെയോ സമ്മതത്തിന്റെയോ താല്പര്യത്തിന്റെയോ കാര്യം വരുന്നില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്ന കാര്യവും കൂടി അതിനകത്ത് അടിവരയിട്ട് സൂചിപ്പിക്കണം. നല്ലൊരു അവസരമാണ് കിട്ടിയത്. പക്ഷേ ഒരുപാട് അനുചരന്മാര് നോക്കി നിൽക്കുമ്പോൾ പബ്ലിക്കിൽ നിന്നിട്ടാണ്. ഇനിയും മുമ്പ് അദ്ദേഹം ആഗ്രഹിച്ചത് നടക്കാതെ പോയത് കൊണ്ട് അതിന് കിട്ടിയൊരു അവസരമാണ്. എന്തായിരുന്നാലും ശരി, നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെ പുലഭ്യം പറഞ്ഞിട്ടോ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ കാര്യമില്ല.
നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതുള്ളിടത്തോളം കാലം ഇത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തെല്ലാം ചോദിക്കാം. ഇനിയിപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും രാവിലെ കുളിച്ചിട്ടായിരിക്കില്ലേ അയാള് മയ്യത്ത് സംസ്കരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വരിക. എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഒരു ചിന്താ വൈകല്യമാണ്, സ്വഭാവ വൈകല്യമാണ് അതിനകത്ത്. അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മരണം നടക്കാറുണ്ടല്ലോ. നമുക്ക് ഇങ്ങനത്തെ ഒരു രീതി ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. എന്നിട്ടും എങ്ങനെയാണ് മാനവരിൽ മഹാതെണ്ടിത്തരം ചെയ്ത ഒരു മ്ലേച്ഛൻ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? ഓക്കെ, എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മളെ എതിർക്കണമെങ്കിൽ അറിവ് വേണം, ഈ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ എന്നുള്ള ബോധമുണ്ടാകണം. നമ്മൾ കൂടുതൽ ചോദിച്ച് പബ്ലിക്കിൽ പരിഹാസ്യപ്പെടുന്നു, പരിഹാസ്യരായി മാറുന്നു. അതുകൊണ്ട് തൽക്കാലം മിണ്ടാതെ നിന്നതൊക്കെ കേട്ടിട്ട് ഉസ്താദന്മാരോട് പോയിട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചിട്ട് ചോദിക്കാമെന്നായിരിക്കും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു +2 കുട്ടി, ഒരു 2 ദിവസമായിട്ടേ ഉള്ളൂ, അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ കാണാൻ എനിക്ക് പേടിയാണ്, കാരണം വീട്ടിലറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഞാനിങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ടീച്ചറുടെ വോയിസ് ഇങ്ങനെ കേൾക്കാറാണുള്ളത്. അപ്പം ഞാൻ അതിനകത്ത് എനിക്കൊരു സംശയം തോന്നിയപ്പോഴേക്ക് ലാദില നൂറയുടെ വിഷയം ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്വവർഗരതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഉസ്താദിന് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചപ്പോഴത്തേക്കിന് പിന്നീട് വീട്ടിൽ പൂരാട്ടിയായിരുന്നു അത്രേ. പിന്നീട് വാപ്പ വന്നിട്ട് നീ എന്തിനാണ് അവളുടെ വീഡിയോ കേൾക്കുന്നത്, എന്തിനാണ് കാണുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടി എൻ്റെ വോയിസ് ആണ് ഉസ്താദിന് ഇട്ട് കൊടുത്തത്. ഉസ്താദ് അത് അങ്ങനെ തന്നെ എടുത്ത് ഈ കുട്ടിയുടെ വാപ്പയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ഉസ്താദായിരുന്നു. അപ്പോൾ ഉസ്താദ് ഈ കുട്ടിക്ക് കൊടുത്ത സിമ്പിളായിട്ടുള്ള ഉപദേശം, അവരുടെ വീഡിയോകൾ കേൾക്കരുത്, അവരുടെ ലൈവുകളിൽ നിങ്ങൾ കയറരുത് എന്നായിരുന്നു. ഇതല്ലാതെ വേറെ മാർഗമില്ല. പ്രതിരോധിക്കണമെങ്കിൽ ഖുർആൻ എന്താണ് എന്ന് അറിയണ്ടേ? ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതൊക്കെ ഉണ്ട് എന്ന് ഇവരറിയുന്നത് നമ്മൾ ഇതൊക്കെ പുറത്ത് പറയുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ എടുത്ത് പുറത്തിടുമ്പോഴാണ് ഉസ്താദുമാർ പോലും ഈ ഗ്രന്ഥങ്ങളൊക്കെ പൊടി തട്ടി എടുത്തിട്ടൊന്ന് വായിക്കാനോ നമുക്ക് മറുപടി പറയാനെങ്കിലും ശ്രമിക്കുന്നത്. ഇപ്പൊ എനിക്കൊന്നും ഇവർ മറുപടി പറയാറേ ഇല്ല. കാരണം ഞാൻ റെഫറൻസുകളാണ് വെക്കുന്നത്. ഇപ്പൊ ശവഭോഗത്തെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു, ഞാനും ആരിഫും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്തു ഒരു ലൈവില്. ഞാൻ ഈ മൃഗഭോഗം ശവഭോഗത്തെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ബാസിലും ടീമും എല്ലാം കൂടി എനിക്കൊരു മറുപടിയുമായിട്ട് വന്നു. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് എൻ്റെ വീഡിയോയുടെ തമ്പനയിലൊക്കെ വെച്ചിട്ടൊരു മറുപടിയുമായിട്ട് വന്നു. അന്ന് ആ വീഡിയോ എനിക്ക് ആരിഫ് ഇട്ട് തരുന്നു, അതിൻ്റെ ലിങ്ക്. അത് കിട്ടി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അടുത്ത ലൈവിൽ വന്നു. ആദ്യം ഞാൻ ശവഭോഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മൃഗഭോഗവും ഗുദഭോഗവും ശിശുഭോഗവും ഇസ്ലാമിലെ സകലമാന ലൈംഗികതയ്ക്കും ഇസ്ലാമിലെ മിഷ്കാത്ത് പോലെയുള്ള മുസ്ലിം പോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് റഫറൻസ് എടുത്ത് ഒരു 2.5 മണിക്കൂർ അങ്ങോട്ട് ലൈവ് ചെയ്തു. പിന്നീട് ഇനിയും വേണം അവരെൻ്റെ പേരെങ്കിലും ഒന്ന് പറയാൻ. അതാ ഞാൻ പറഞ്ഞത്, ഇവർക്കറിയാം ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്, ഇത് പുറത്തെടുത്താൽ നാറിപ്പോകുമെന്ന് ഇവർക്കറിയാം. പക്ഷെ അവർക്ക് മാർഗമില്ലല്ലോ. വേറെ ആരെങ്കിലും അവരുടെ അഭിപ്രായം കൂടി പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി പോകാം. അടിമഭോഗം ഖുർആനിലുള്ളതല്ലേ ബിജു? ഒരു ക്ലബ് ഹൗസിൽ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തുടരാം. ആരും ഇതുവരെ ഒന്നും ചോദിക്കുന്നില്ല, ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. ആർക്കും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായവും ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഒരു സംശയമില്ല. സാബുസ് എവിടെ പോയി? പ്രവാചകന്റെ പ്രാന്ന് കേൾക്കുമ്പോഴേ സാബു ഓടുക. മോളില് വന്നായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. മോളില് വന്നു. ജാമ്യ ടീച്ചർ പ്രവാചകന്റെ പ്രാന്ന് പറയുമ്പോഴേ സാബു പോവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. മുഹമ്മദ് ആരിഫ് സാറുണ്ട്. മുഹമ്മദ് ആരിഫ് സാർ മുകളിലേക്ക് വരണം. താങ്കളെ ആദ്യമായിട്ടാ കാണുന്നത്. ഇത് കണ്ടോ? ജാമ്യ ടീച്ചർ പറയുന്ന കാര്യത്തിനോടൊക്കെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് വരാം. മുഹമ്മദ് ആരിഫ് സാർ അങ്ങനെയല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾ മുകളിലേക്ക് വരും.
We welcome you. See, ഓക്കെ, teacher നമുക്ക് തുടരാം. അതായത് ആ, തന്റെ ലിംഗത്തിന്റെ അറ്റം ഉപയോഗിച്ച് ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ലൈംഗിക ചോദനയെ ഉത്തേജിപ്പിച്ച് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പടച്ചോനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ. കാരണം ഒരു ഭാര്യ ഭർത്താവ് അവരുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യതയാണ്. അവിടെ പോലും വലിഞ്ഞു കയറി വരുന്ന നാണം കെട്ട ഒരു പടച്ചവനെ ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന് ലജ്ജയില്ല എന്നാ പറയുന്നത്. അയ്യലിരിബ, എന്തിനെ സംബന്ധിച്ചിട്ടും സംസാരിക്കാൻ, വിശദീകരിക്കാൻ, എന്തിനെ കുറിച്ചും പറയാൻ നബി കുറച്ച് ലജ്ജ ഉണ്ടെന്നാ പറയുന്നത്. ആ നബിയുടെ ലജ്ജയാണ് നമ്മൾ ഈ 6 വയസ്സായ കുഞ്ഞിന്റെ ചുണ്ട് ഉറിഞ്ചി കുടിക്കുന്ന നോമ്പുകാരനെ നമ്മൾ കാണുന്നത്. കേട്ടെ, അപ്പോ ബെഡ്റൂമില് ഭാര്യയും ഭർത്താവും അവരുടെ മാത്രം സ്വകാര്യത. ഇപ്പൊ ഭർത്താവിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹം തോന്നി ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യ പോയിട്ടില്ലെങ്കിൽ നേരം വെളുക്കുന്നതു വരെ പടച്ചോൻ ശപിക്കുവാണ് ഈ പെണ്ണൊരുത്തിയെ. അപ്പൊ പെണ്ണിന് ആഗ്രഹം തോന്നി പുരുഷനെ വിളിച്ചാൽ തിരിച്ചും ശപിക്കണ്ടേ പടച്ചോൻ? ആ സമയത്ത് പടച്ചോൻ അരിയിൽ പേരെഴുതാൻ പോയിരിക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പടച്ചവൻ വിചാരിച്ചിരുന്നെങ്കിൽ പടച്ചോൻ നബിക്ക് ഇന്റർനെറ്റ് ഒക്കെ ലഭ്യമാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ പടച്ചോൻ അത് വിചാരിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പടച്ചോൻ അദൃശ്യം അറിയാം. ഇങ്ങനെ വാട്സപ്പും പിന്നെ ഇൻസ്റ്റഗ്രാമും പോലെയുള്ള ഇന്റർനെറ്റ് യുഗം വരുമെന്നും ആ സമയത്ത് നമ്മൾ എപ്പോഴും എയറിലായിരിക്കുമെന്നും ഒക്കെ പടച്ചോൻ അറിയാം. പക്ഷേ ഇങ്ങനൊന്നും വരുമെന്ന് പടച്ചോൻ അറിഞ്ഞില്ല. ഇങ്ങനെ എയറിലായിരിക്കുമെന്നും ക്ലബ് ഹൗസിൽ നിങ്ങൾ ഈ വർഷത്തോളം റൂം ഇട്ടിട്ട് ഇങ്ങനെ പടച്ചോനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവാണെന്നുള്ള കാര്യം പടച്ചോൻ അറിയത്തില്ലായിരുന്നു. അദൃശ്യജ്ഞാനിയാണ്. അപ്പൊ ഇങ്ങനെ ലൈംഗിക ചിന്തകള് പടച്ചവനിൽ നിന്നാണ് ഈ പ്രവാചകനിലേക്ക് വരുന്നത്. മരിച്ച മനുഷ്യനെ നോക്കി, ആ ശവത്തെ നോക്കി പോലും ഭോഗിക്കാൻ ചിന്തിക്കുന്ന, ആ കുഴിക്കകത്തേക്ക്, അതോ ഒരു മനുഷ്യന് മാത്രം കിടക്കാവുന്ന രൂപത്തിലുള്ളൊരു കുഴി 6 അടി മണ്ണ്, ആ ജഡത്തിനോട് പോലും കാമാസക്തിയോടുകൂടി അവരെ പ്രാപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവാചകനെ എന്തോ എനിക്ക് മാനവരിൽ മനോഹരനെന്ന് മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. മുഹമ്മദ് നബിയുടെ അമ്മായിയാണ് ഫാത്തിമ. അവര് മരിച്ചപ്പോഴാണ് പ്രവാചകൻ അവരുടെ കബറിൽ മണ്ണ് നിരപ്പായ സമയത്ത് തന്റെ കുപ്പായം അഴിച്ചു മാറ്റി കൈകൾ പൊതിഞ്ഞ് അവരുമായി കബറിൽ അവരോട് ഈ സെക്സ് ചെയ്തു എന്ന് പിന്നെ ഒരുപാട് പുസ്തകങ്ങൾക്ക് പറയുന്നുണ്ട്. അതുപോലെ ഒരു പുസ്തകമാണ് അൽ മുസ്തദ്റക് അൽ ഹക്കീം. അൽ മുസ്തദ്റക് അൽ ഹക്കീം 3-108 ഹദീസ് നമ്പർ പറഞ്ഞു തരാം. 37,611 13-ാം വോള്യം, പേജ് നമ്പർ 610. ഒരു പക്ഷേ അമ്മായി ജീവിച്ചിരുന്ന സമയത്ത് പ്രവാചകൻ ആഗ്രഹിച്ചിരിക്കാം, അത് സാക്ഷാത്കരിച്ചു കൊടുത്തതായിരിക്കും എന്നാണ് ഈ ഹദീസ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഈ ഹദീസുകളെല്ലാം റെക്കോർഡിക്കലാണ്, ആധികാരികമാണ്. ഇതൊന്നും തള്ളാൻ ഒരു മുസ്ലിമിനും സാധിക്കില്ല. അത് തള്ളിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജാമിത ടീച്ചറെ, അതിന്റെ ഒരു വിശദീകരണം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. അലിയുടെ അമ്മ മരിച്ചു, ഫാത്തിമ. അലിയുടെ അമ്മ മരിച്ചപ്പോൾ അലി വന്ന് പ്രവാചകനോട് കരഞ്ഞു പറഞ്ഞു, എന്റെ അമ്മ മുസ്ലിം ആയിട്ടില്ല, അവര് കാഫിറാണ്, കാഫിർ മരിച്ചാൽ നരകത്തിൽ പോകുമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ കരഞ്ഞ സങ്കടം തീർക്കാനും അവരെ നേരെ ജന്നത്തിലേക്ക് അയക്കാനും ഇദ്ദേഹം ചെയ്ത പരിപാടിയായിട്ടാണ് അതിൽ കാണുന്നത്. അത് തന്നെയാണ്, ഞാനത് ഒരുപാട് വിശദീകരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതായത് ഈ പുള്ളി ശവഭോഗം ചെയ്താല് ആ ശവത്തിന്റെ അത് ജന്നത്തിൽ പോകുമോ ടീച്ചറെ? എന്തൊരു അല്ല, നമുക്കത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം പ്രവാചകന്റെ മൂത്രം കുടിച്ച പെണ്ണ് സ്വർഗത്തിൽ പോയില്ലേ? അപ്പൊ പിന്നെ പ്രവാചകന്റെ ലിംഗം ഉണ്ടാകുമായിരിക്കും. ഇത്രയൊക്കെ വിശ്വസിച്ചപ്പോ നമുക്ക് ഇതും കൂടെ വിശ്വസിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ.
ഒരു സമാധാനമേ ഉള്ളൂ. ഒരുപാട് ആളുകൾക്ക് ഈ കൾട്ട് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് നമ്മളുമായിട്ട് സംവദിക്കാൻ പോലും വരാത്തത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിബേറ്റിന് ഒരാളെ ചാലഞ്ച് ചെയ്തപ്പോഴേക്ക് അയാളോട് പലരും പറയുക, എൻ്റെ ലൈവ് ചാറ്റിൽ വന്നിട്ട്, വേണ്ട, ഇസ്ലാം ഇത്രയും നാറിയത് മതിയല്ലോ, നിങ്ങൾ കൂടുതൽ നാറ്റിക്കരുത് എന്ന്. സംവദിക്കാൻ വന്നിട്ട് കൂടുതൽ നാറ്റിക്കരുത്. ഇതുപോലെ തന്നെയാ പള്ളികളിൽ നിന്നും പറഞ്ഞു കൊടുക്കുന്നത്. മൂർഖനെയും ജാമിദായും ഒരുമിച്ച് കണ്ടാൽ മൂർഖനെ വിട്ടേക്ക്, ജാമിദായെ തല്ലി കൊന്നേക്കുന്നു. കാരണം ഇവർക്ക് പ്രതിരോധിക്കാൻ മറുപടികളില്ല. എന്തെങ്കിലും വേണ്ടേ ഇവർക്ക് എതിർത്ത് നിൽക്കാൻ? അതില്ല. ആർക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് പറയാം. ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഉവ്വ് ഉവ്വ് ഉവ്വ്. എന്റെ മോളെ, മുഹമ്മദിന്റെ ജീവിതകാലത്ത് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ ദുഃഖങ്ങൾ തീർക്കാൻ പലപ്പോഴും പടച്ചവൻ കുറച്ചൊന്ന് സൗണ്ടിൽ ചോദിക്കാമോ? ഇതാ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഹെഡ്ഫോൺ ഒന്ന് മാറ്റിക്കോ. അവരോ മറ്റും ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഒന്ന് മാറ്റി കേൾക്കാം. ഞാൻ മാറ്റി ഇപ്പൊ കേൾക്കണ്ടല്ലോ. ക്ലിയർ. അതായത് ഈ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടായിരുന്നത്. അത് മാറ്റിക്കൊടുക്കുക, ആ പുള്ളിയുടെ മണിയറയിൽ വന്നിരിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ അള്ളാഹുവിനെ കാണുന്നത്. പക്ഷെ പുള്ളിയുടെ മരണസമയത്ത് പുള്ളി ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടും കാണാം. നടക്കാൻ വയ്യാതെ, കിടക്കാൻ വയ്യാതെ ഉരുണ്ട് വീഴുന്നതായിട്ടുണ്ട്. ആ ടൈമിൽ പുള്ളിയെ ഡൈവേഴ്സ് ചെയ്തതാണോ ഈ അള്ളാഹു? പിന്നെ പുള്ളി വരുന്നതായിട്ടൊന്നും അറിയുന്നില്ല, എന്തായിരിക്കും എന്ന് പറഞ്ഞത്. അല്ല, ആ കാലത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പൊക്കെ ആയിരുന്നല്ലോ കഴിച്ചിരുന്നത്. പിന്നീട് ലോകവ്യാപകമായിട്ട് അരിയൊക്കെ വന്നപ്പോ ഈ ജൂതന്റെ അച്ചൊന്നും പടച്ചോൻ ഉപയോഗിക്കാനും പറ്റാതെ വന്നല്ലോ. അപ്പൊ പിന്നെ അരിമണിയിൽ പേരും ഒക്കെ എഴുതുന്ന തിരക്കില് പിന്നീട് പ്രവാചകൻ ചെയ്തു വെച്ച പല കാര്യങ്ങളും ആദിവാസി സമൂഹങ്ങളിൽ, അതുപോലെ കാട്ടില്, അങ്ങനെ ആഫ്രിക്കയിലെ പിന്നെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ പോയതുകൊണ്ട് ദൈവിക ബോധനം നബിക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകന് കുറച്ചു കാലം ദൈവിക വെളിപാടൊക്കെ നിന്ന് പോയപ്പോൾ ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാടി ചത്താലോ എന്ന് തോന്നിയിട്ട് പോലും അള്ളാഹു ഇടപെട്ടില്ല. കാരണം ഇവൻ അങ്ങ് ചാവുന്നെങ്കിൽ ചാവട്ടെ, ഇവൻ വലിയ തൊല്ലയാണല്ലോ എന്ന് പഠിച്ചുകൊണ്ട് തോന്നിയിട്ടുണ്ടാവും. തന്നെയുമല്ല, ഈ പ്രവാചകന്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു പടച്ചവനും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയും അത് സ്ഥിരമായി തുടരുന്നതിന് വേണ്ടിയും ഒരു ഗ്രന്ഥത്തെയും ഒരു വെളിപാടും ഒരു ജിബ്രീലിനെയും ഒക്കെ ഉണ്ടാക്കിയെടുത്തു എന്നിവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ തന്നെ എമ്പാടും മതിയാകും. പക്ഷേ അല കുലൂബിൻ അക്ഫാലുഹ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാത്ത ഒരു ജനതയോട്, അതും പോട്ടെ, വർഷങ്ങൾക്കു മുമ്പ് ആടിന്റെ കാല് ഭാഗം പൊരിച്ച് അതിനകത്ത് വിഷം ചേർത്തിട്ടാണ് ഈ ജൂതപ്പെണ്ണ് പ്രവാചകന് കൊടുത്തത്. ആ സമയത്ത് തന്നെ 14 പേര് ഇത് തിന്നിട്ട് ചത്തുപോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ വിഷം നബിയിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയത് എന്നാ പറയുന്നത്. ചിന്തിച്ചാൽ, അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഉലുൽ അൽബാബ്, ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം. ഉറ്റാലോചിക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുള്ളൂ. ചിലപ്പോൾ പഠിച്ചോൻ തിരക്കിലായിരുന്നിരിക്കും. ടീച്ചറെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. അത് പുള്ളി എനിക്ക് അതിന്റെ ടേംസ് ഒന്നും അറിയത്തില്ല. അത് കിട്ടുന്നവരെ പുള്ളി മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന് അതൊരു, ഞാൻ കേട്ടിട്ടുള്ള ചില മനുഷ്യർക്ക് അവർക്ക് ലൈംഗികത താല്പര്യം ഉണ്ടാകില്ല, പക്ഷെ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മനുഷ്യർക്ക് അങ്ങനെ ഒരു, ചില മനുഷ്യർക്ക് മുഹമ്മദിനെ കൊണ്ട് ഈ സ്ത്രീ വിഷയത്തിലെല്ലാം ചെയ്യിച്ചിട്ട് പുള്ളി കണ്ട് ആസ്വദിക്കുന്ന ഒരിതായിരുന്നു. അതുകൊണ്ട് ഇത്രയും തെറ്റുകളൊക്കെ ഈ മുഹമ്മദിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ അവസാന നിമിഷം ഈ വരാതിരുന്നു, പുള്ളി വേദനിച്ചിരുന്ന ടൈമില് വരാതിരിക്കുന്ന ഒരു ക്രൂരതയായിട്ട് കാണുന്നുണ്ട്. ഇതൊരിക്കലും ക്രൂരതയല്ല കേട്ടോ. ഇത് ലൈംഗികത എന്ന് പറഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട രീതിയുമല്ല. കാരണം അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളത് മറ്റുള്ളവരുടെ കളികൾ കാണാനായിരുന്നു. അതുപോലെ പ്രവാചകനും അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ തന്നെയും ഒരു സാധാരണ മനുഷ്യൻ, ബഷറും മിഥിലുക്കും, നിങ്ങളെപ്പോലെയുള്ള വെറും ഒരു മനുഷ്യനാണ് ഞാനെന്നാണ് ഖുർആൻ നബിയെ കുറിച്ച് പറയുന്നത്. ഈ സാധാരണ മനുഷ്യന് അയാൾ ഒരു ദിവസം വല്ലാതെ വിലപിക്കുവാണ്, എനിക്ക് ലൈംഗികത പോരാ,
എനിക്ക് കുറച്ചുകൂടി വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴേക്ക് ജിബിരിയിൽ വരുന്നു. മാംസം നിറച്ച ഒരു ഭക്ഷണം, കുഫൈത്ത് എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് നബിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ 40 പുരുഷന്റെ ലൈംഗിക ശക്തിയാണ് നബിക്ക് വന്നു ചേർന്നത്. അത് കൊടുത്തത് എന്തിനാ? നബി ഇങ്ങനെ പെണ്ണുങ്ങളുമായിട്ട് കളിച്ച് രസിക്കുന്നത് അള്ളാഹുവിന് കണ്ട് ആസ്വദിക്കണം. അതിനു വേണ്ടിയായിരിക്കും ചില ആളുകൾ അങ്ങനെയാണല്ലോ, കുറച്ച് പ്രായമൊക്കെ ചെല്ലുമ്പോഴേക്ക് ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല. അതൊക്കെ കണ്ട് ആസ്വദിക്കണം. ദൃശ്യം സുഖം, സ്പർശനം സുഖം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നബിയുടെ ജീവിതം ആർമാദിച്ചോട്ടെ എന്ന് പടച്ചോൻ ഉണ്ടെങ്കിൽ പടച്ചോൻ വിചാരിച്ച് കാണിയുമായിരിക്കും. ഓക്കെ ടീച്ചർ, എന്റെ ചോദ്യം കഴിഞ്ഞു. എന്റെ കുറെ നാളത്തെ സംശയമില്ല. പുള്ളി ആദ്യ കാലങ്ങളിലൊന്നും ഇതൊന്നും താല്പര്യമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചിരുന്നു. പക്ഷേ ഒക്കെ ഈ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ പുള്ളി കൂടുതൽ സ്ത്രീ വിഷയങ്ങളിൽ ഇതായിപ്പോയി. വേറെ ജോലി ചെയ്യാൻ ടൈം ഇല്ലാത്ത രീതിയിൽ പുള്ളി ഈ വിഷയത്തിലായിരുന്നു കൂടുതൽ താല്പര്യമായിട്ട് പോയി. അതിന് നബിക്ക് വേറെ ജോലിയൊന്നും ഇല്ല സുഹൃത്തെ. നബിക്ക് വേറെ ഒരു പണിയും ഇല്ല. നബി ഒരു പണിയും ചെയ്തിട്ടില്ല. ഖദീജയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആട്ടിടയനായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ കക്ഷിക്ക് വിയർപ്പിന്റെ അസുഖമായതുകൊണ്ട് കൊള്ളയടി, ബലാത്സംഗം, അടിമ സ്ത്രീകളെ സൃഷ്ടിച്ചെടുക്കുക, പിന്നെ ശിശുഭോഗം, പിന്നെ മാരുമോനെയൊക്കെ മകൾക്ക് ഭർത്താവിനെ തെരഞ്ഞെടുത്തത് തന്നെ കൂമൂസ് എന്ന് പറയുന്ന വിഭാഗത്തിലെ ഒരു ഗോത്രത്തിലെ ഒരു പെണ്ണിനെ, ഒരു ചെറിയൊരു കൊച്ചിനെ കൊടുത്തിട്ട് അലിയോട് എന്താന്ന് വെച്ചാൽ നീ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അതിനെ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഇവനാണ് എൻ്റെ മകൾക്ക് പറ്റിയ ഭർത്താവ് എന്ന് നബി തിരിച്ചറിയുന്നത് തന്നെ. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു കുത്തഴിഞ്ഞ ലൈംഗികതയിൽ അഭിരമിച്ചിരുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ച് ജോലിയോ കൂലിയോ ഒന്നുമില്ല. 11 ഭാര്യമാരെയും മത്തിയടുക്കിയതുപോലെ അടുക്കി കിടത്തുക, ഓരോരുത്തരുമായിട്ടും 1 മണിക്കൂറിൽ 11 പേരുമായിട്ട് സെക്സ് ചെയ്യുക. അപ്പൊ എത്ര മിനിറ്റ് കിട്ടുമെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. 1 മണിക്കൂറാണ് 11 ഭാര്യമാര്. എന്നിട്ട് ഒരു ഒറ്റ കുളി കുളിക്കുക, എന്നിട്ട് പുറത്തു പോയി. അപ്പോൾ ഏതോ ഒരു പെണ്ണ് നടന്നു പോകുന്നത് കണ്ടു. അപ്പൊ വീണ്ടും ഇദ്ദേഹത്തിന് സെക്സ് ചെയ്യണമെന്ന് തോന്നി. വീട്ടിൽ വന്നു, ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ അരി കഴുകിക്കൊണ്ടിരുന്ന പെണ്ണുപിള്ളയുടെ തോൽപാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയിട്ട് സെക്സ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ കുളിച്ചിട്ടില്ല എന്ന്. അപ്പൊ അനുചരന്മാരോട് പറഞ്ഞുവിടാ, ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സുന്ദരമായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടു, അപ്പോഴത്തേക്കും എനിക്ക് കാമമുണ്ടായി. തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ കളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കുളിച്ചില്ലടാ, ഞാൻ മറന്നുപോയി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, നിങ്ങൾ നിസ്കാരം തുടർന്നോ? ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രവാചകനെയാണ് ഹദീസിലൂടെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതല്ലാതെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ കിട്ടത്തില്ല. അതുപോലെ യുദ്ധത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ നോക്കി തുണി പൊക്കി നോക്കുക, അവരുടെ ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് കൊല്ലാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് ബനൂ ഖുറൈള എന്ന് പറയുന്ന ഒരു കൊള്ളയടിയിൽ കാണാൻ പറ്റും. നമസ്കാരം ടീച്ചർ. നമസ്കാരം ഉവ്വ്, പറയൂ പറയൂ. ടീച്ചർ. ഒരു സംശയം. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ, ചോദിക്കൂ. ആ ടീച്ചർ, ഈ ഇന്നത്തെ ഈ ഇസ്രായേൽ പ്രശ്നം ഉണ്ടല്ലോ, ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം ടൈറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ നിന്ന് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യൂ. ശരി ശരി, ഓക്കെ ഓക്കെ ടീച്ചർ. എപ്പോഴാണ് വന്നത്? ഇന്നലത്തെ ഞാൻ പറയൂ. നിങ്ങൾ ഇനിയിപ്പോ ഒരു സംശയം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് റെസ്പോൺസിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് സമയം കളയരുത്. നിങ്ങൾക്ക് അങ്ങ് ചോദിക്കുക. അത് പറയാം. ആർക്ക് ഇപ്പൊ പറഞ്ഞതിനും ഈ ടോപ്പിക്കിൽ നിന്ന് വേണം നിങ്ങൾ ഏതെങ്കിലും ചോദിക്കാൻ. അല്ലാത്തതിലേക്ക് പോകരുത്. അല്ലാത്തേക്ക് പോകുന്നില്ല, ഇന്നത്തെ ദിവസം അത് പോകുന്നെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഹലോ, ഒരു സെക്കൻഡ്. മോഡി ചെയ്യുന്നതാരാ? മോഡി ചെയ്തോ. ടീച്ചറോട് ഒറ്റ ചോദ്യം ചോദിക്കാം. ടീച്ചറെ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ? ടീച്ചറെ, നമ്മളിപ്പോ ഈ മുഹമ്മദിനെ കുറിച്ച് ഇങ്ങനെ എനിക്ക് സംശയം തോന്നിയത്, അതായത് പുള്ളിയെ കുറിച്ച് ആ കാലത്തെ പുള്ളിയെ മഹത്വപ്പെടുത്താൻ വേണ്ടി അന്നത്തെ കാലത്ത്
ഈ പുള്ളിയുടെ ഈ ലിംഗത്തെ കുറിച്ചും സ്ത്രീ വിഷയത്തെ കുറിച്ചും വലിയ രീതിയിൽ എഴുതി വെച്ച് പുള്ളിയെ ഇങ്ങനെ മോശക്കാരനാക്കാനല്ല, അന്നത്തെ കാലത്ത് ഇതൊക്കെ ചിലപ്പോ വലിയ കാര്യമായിട്ട് എഴുതി വെച്ചിട്ട് ആന്ന് ഞാൻ വിചാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് എടുക്കാനുള്ളതായിട്ടുണ്ടാവും. ഈ ഇയാളുടെ ജീവിത ചരിത്രത്തിലോ ഏതെങ്കിലും പുസ്തകത്തിൽ പുള്ളി ചെയ്ത് എന്തെങ്കിലും നല്ലൊരു കാര്യം എടുക്കാനുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ എടുക്കണമോ? ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 6 വയസ്സായ കുഞ്ഞ് വീട്ടിൽ പൊരനിറഞ്ഞു നിന്നപ്പോൾ അതിന് സ്ത്രീധനം കൊടുക്കണം, പന്തലിടണം, ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, വീഡിയോഗ്രാഫർ, പിന്നെ മേക്കപ്പ് മാന്, ബ്യൂട്ടീഷ്യൻ എല്ലാവരും വരണ്ടേ. അപ്പൊ അവരെ ആരെയും ഇല്ലാതെ തന്നെ വളരെ രഹസ്യമായ രൂപത്തിൽ അബൂബക്കറിനോട് അവളെ അങ്ങ് കൈപിടിച്ച് തന്നേരെ എന്ന് പറഞ്ഞിട്ട് പൊരനിറഞ്ഞു നിന്ന 6 വയസ്സുകാരിക്ക് ഒരു ജീവിതം കൊടുത്ത മാനവരിൽ മനോഹരനായ പ്രവാചകൻ. ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ശുക്ലക്കറ ചുരണ്ടിക്കളയാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് വസ്ത്രം കഴുകാനൊക്കെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ പോലും ഇല്ലാത്ത കാലത്ത് കുഞ്ഞിനെ തുണി കഴുകാൻ പഠിപ്പിച്ച മാനവരിൽ മനോഹരൻ. അങ്ങനെ ഒരുപാട് കൃത്യങ്ങളുണ്ട് കേട്ടോ, എണ്ണി എണ്ണി പറയാം. അതുപോലെ ഓട്ടക്കാലണ പോലും ഇല്ലാത്ത, മാതാപിതാക്കളില്ലാത്ത സെയ്ദിനെ കൊണ്ടുവന്ന് കെട്ടി അമ്മായിയുടെ മോളെ കൊണ്ട് കെട്ടിച്ചു കൊടുത്ത് 1 വർഷം വരെ അവള് പിന്നെ ഈ സൈനബിനെ ഉപയോഗിച്ചതിന് ശേഷം അതിന് മതിയായല്ലോ, നീ അങ്ങ് നിർത്തിക്കോ, നിന്റെ ആവശ്യം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അവളെ ഞാൻ പണിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേ റൂമിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴേക്ക് ഒരാൾ പറയാണ്, പ്രവാചകൻ പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു നന്മയല്ലേ എന്ന്. അവരുടെ ഏറ്റവും വലിയ പരാജയമാണ് അതൊക്കെ. അതുകൊണ്ട് പ്രവാചകൻ മാനവരിൽ മഹാമ്ലേച്ഛനാണ്. പ്രവാചകൻ ചെയ്ത തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും ചോദിക്ക് പറഞ്ഞു തരാം. നല്ല കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് എന്തുവാ ചെയ്തിട്ടുള്ളത്? എന്തോ എനിക്കൊരു ഓർമ്മയൊന്നും കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞാല് നമുക്ക് ഹദീസുകൾ തപ്പിയെടുക്കാം. ടീച്ചറെ, തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും ലൈംഗിക ഇംഗിതങ്ങൾക്ക് വേണ്ടിയും എഴുതിയ ഒരു പുസ്തകവും ഒരള്ളാഹുവും. എന്നാല് തന്റെ ആവശ്യം കഴിഞ്ഞ് തന്റെ ജീവിതകാലത്തിന് ശേഷം ബാക്കിയുള്ളവർക്ക് ദോഷം വരരുതെന്നുള്ള ചിന്തയിൽ നിന്നാണോ ഇദ്ദേഹം ഈ പുസ്തകം ഒന്ന് എഴുതി വെക്കരുത്, ഇതൊരു പുസ്തകമാക്കരുതെന്ന് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്? അതിന്റെ പിന്നില് യാഥാർത്ഥ്യം എന്താണ്? പ്രവാചകൻ പറഞ്ഞത് ലാ തക്തുബു അന്നീ ഷൈഅൻ, നിങ്ങൾ എന്നിൽ നിന്നും ഒന്നും തന്നെ എഴുതി വെക്കരുത് എന്നാണ്. എഴുതി വെച്ചിട്ട് ഇങ്ങനെ പുസ്തക രൂപത്തിൽ വരുമെന്നോ, ഇത് പ്രമാണമായിട്ട് വരുമെന്നോ, അതല്ലെങ്കിൽ ഇനി വരുന്ന ജനങ്ങൾ ഇത് പിൻപറ്റുമെന്നോ എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല കക്ഷി അത് പറഞ്ഞത്. കാരണം ഞാൻ ചെയ്ത തെണ്ടിത്തരങ്ങളാണ്, ഇനി പിൽക്കാലത്ത് ആരെങ്കിലും ഒക്കെ ഇത് മനസ്സിലാക്കുന്നെങ്കിൽ ഞാൻ ഏറെ വിമർശിക്കപ്പെടുമല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന്. ഞാൻ അങ്ങനെ പറയാൻ കാരണം പ്രവാചകന് മരിക്കുന്ന സമയത്ത് തന്നെ 9, 10, 11 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ ഇവരെ എല്ലാവരെയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉമ്മമാർക്ക് തുല്യമാണ് എന്ന് ഖുർആനിൽ വചനമിറക്കി. പക്ഷെ ഇങ്ങനെ ചത്തു കഴിഞ്ഞാൽ ഇങ്ങരുടെ പെണ്ണുപിള്ളമാരെ ആരും കെട്ടരുത് എന്നും പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇദ്ദേഹം വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു പ്രവാചകനാണെന്നാ പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ കഴിവുകേടും ഇനി ആരും അറിയാനിടയാകരുത്. ഇദ്ദേഹം ഒരു പക്ഷേ ലൈംഗികതയിൽ വീക്കായിരുന്നിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യമാരും പ്രസവിച്ചിട്ടില്ല, മുമ്പ് പ്രസവിച്ച ഖദീജയല്ല. അത് ഇദ്ദേഹത്തിന്റെ കുട്ടിയാണ് എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതുമില്ല. ആധികാരികമായിട്ട് അന്ന് ടെസ്റ്റുകളൊന്നും ഇല്ലല്ലോ, പോട്ടെ. അപ്പോ ഇത് എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, നമ്പർ 1 വിവരദോഷിയായിരുന്നു, അക്ഷരത്തെ വെറുത്തിരുന്ന ആളായിരുന്നു, വിമർശനങ്ങളോട് അസഹിഷ്ണുതയോടുകൂടി മാത്രം വിമർശനങ്ങളെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഇത് ഇനി മറ്റുള്ളവരും ചെയ്ത് അവരും ഇങ്ങനെ വല്ലാണ്ട് സുഖിക്കണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പ്രവാചകൻ ശിശുഭോഗവും ഇഷ്ടംപോലെ ഭാര്യമാരെയും ഒക്കെ കെട്ടി എല്ലാവർക്കും അതൊക്കെ കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത്രയധികം ഭാര്യമാരും പിന്നെ ഭോഗവസ്തുക്കളും നബിക്ക് മാത്രമായിരുന്നു സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ഞാനത് പറഞ്ഞുതരാം. പ്രവാചകന്റെ മരുമകനാണ് അലി. ഈ അലി വന്നിട്ട് നബിയോട്, നബി എനിക്ക് ഒന്നും കൂടി കെട്ടിയാൽ കൊള്ളാമായിരുന്നു, എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കാനാണോടാ, പോടാ പോയി വീട്ടിൽ പോയി ഇടാ പോടാ എന്നാ പറഞ്ഞത്. അതായത് തനിക്കു മാത്രമായിരിക്കണം ഈ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്, അതാണെങ്കിലോ അനിഷേധ്യമായി തനിക്ക് തുടരുകയും വേണം. ഇനി ആരും ഇത് പിൻപറ്റരുത്, മറ്റാർക്കും ഈ സുഖസൗകര്യങ്ങൾ ലഭിക്കരുത്, തന്നെ ആരും വിമർശിക്കരുത്. വിമർശിച്ചുകൊണ്ട് എഴുതുകയോ പറയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നവരെ പോലും തലയെടുത്ത ചരിത്രമാണ് പ്രവാചകന്റെ സീറത്ത് ബിൻ ഹിഷാമിനെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ നിലവാരം കണ്ടിട്ട് ആരും വരുന്നതായിട്ട് തോന്നുന്നില്ല. ടീച്ചർ കണ്ടിട്ട് ആരും വരാൻ സാധ്യതയില്ല. ഞാൻ 9 മണി വരെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അതായത്
മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ അടുത്ത് നിന്നിട്ട് തലേ ദിവസം രാത്രി ആരാണ് ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും ഈ മാനവരിൽ മനോഹരന് സാധിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയും യുക്തിയും എവിടെയാണ് നിൽക്കുന്നത്? എന്തായിരുന്നാലും മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന, വൈകാരികതകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ്? അതും കരഞ്ഞ് തിങ്ങിയ താടിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുമാറ് കണ്ണീര് വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയാൻ ഒരിക്കലും ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് കഴിയില്ല. പിന്നെയല്ലേ പ്രവാചകൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു അയച്ച പ്രവാചകന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു കാര്യം വരാൻ പാടുണ്ടോ? ഇനി അതല്ല, ഈ ഹദീസ് സ്വഹീഹാണോ, ശരിയായതാണോ, അതല്ലെങ്കിൽ ഇതിന് ളുഅഫുകൾ ഉണ്ടോ, ദുർബലതകൾ ഉണ്ടോ? ഇനി നമ്മളുടെ മതനേതാവ്, നമ്മൾ കരളിന്റെ കഷ്ണമായി കണ്ണിന്റെ കൃഷ്ണമണിയായി കാണുന്ന നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ പറയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം. ഈ ഹദീസുകളൊക്കെ എങ്ങനെയാണ് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? നമ്മളൊക്കെ ഇന്ന് സയന്റിഫിക്കലി പല കാര്യങ്ങളും പ്രൂവ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാ. നമ്മള് മതങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മാനവികത ഒരു ആധുനിക മനുഷ്യൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയവർ. അതാണല്ലോ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമത്വം നിർത്തലാക്കാൻ മനുഷ്യനാണ് വേണ്ടി വന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശദീകരിക്കാൻ മനുഷ്യനാണ്. ഇന്ന് ജൂതനുണ്ടാക്കിയ ടെക്നോളജികളിലൂടെയാണ് നമ്മൾ അത് വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോ ശവഭോഗവും മൃഗഭോഗവും ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതേപോലെ തന്നെ മുമ്പ് കർണാടക ഹൈക്കോടതിയിലും ഇതേപോലെ തന്നെ ഒരു വിധി വന്നിട്ടുണ്ട്. ജീവനില്ലാത്ത ശരീരവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശിക്ഷയുണ്ടോ എന്ന രൂപത്തിൽ ഒരു കോർട്ട് വരുവാണ്, ഒരു സംശയം വരുവാണ്. ഒരു പ്രതി വന്നു നിൽക്കുന്നു. ഈ പ്രതിയെ പീഡനത്തിനോ ബലാത്സംഗത്തിനോ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുകളില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സാധ്യമാകത്തില്ല എന്ന കണ്ടെത്തലിലാണ് കർണാടക ഹൈക്കോടതി എത്തിയത്. കർണാടക ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി അങ്ങനെയായിരുന്നു. ജീവനില്ലാത്ത ശരീരവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആളെ IPC 376 വകുപ്പ് പ്രകാരം ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുവാണ് ഹൈക്കോടതി. എന്നിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവായിരുന്നു അത്. തന്നെയുമല്ല, ശവരതി ബലാത്സംഗത്തിന്റെ കുറ്റപരിധിയിൽ കൊണ്ടുവരാൻ നിയമ ഭേദഗതിക്ക് കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശവും നൽകി. ജസ്റ്റിസുമാരായിട്ടുള്ള വെങ്കിടേഷ് നായിക്, ബി വീരപ്പ, ഇവർ രണ്ടുപേരുമായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തില് ഏറെ ചർച്ചകൾക്ക് ഇടയാക്കാവുന്ന രൂപത്തിലുള്ള ഈ വിധി പ്രസ്താവിച്ചതുപോലും. അങ്ങനെ തുമക്കുരു അവിടെ നിന്ന് 2015 ജൂൺ മാസം 25 കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്കു മടങ്ങിയ ഒരു 21 വയസ്സുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി കഴിഞ്ഞ് 22 വയസ്സുകാരൻ ആ ശവത്തെ ഭോഗിക്കുകയായിരുന്നു. അങ്ങനെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ആ വിചിത്ര വിധി. 2017 ഓഗസ്റ്റില് കൊലപാതക കുറ്റത്തിന് വിചാരണ കോടതി ഇയാൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് അന്ന് വിധിച്ചത്. ബലാത്സംഗ കുറ്റത്തിന് മറ്റൊരു 10 വർഷവും കൂടി തടവ് വിധിച്ചു. ഇതിനെ ചോദ്യം ചെയ്ത് പ്രതി ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശവഭോഗത്തിന് ശിക്ഷ വിധിക്കാൻ വ്യവസ്ഥയില്ല എന്നയാൾ വാദിക്കുന്നത്. മൃതദേഹത്തെ വ്യക്തിയായി കണക്കാക്കാൻ കഴിയില്ല എന്ന കാരണമായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. അതിനെ തുടർന്ന് കോടതി ബലാത്സംഗ കുറ്റം തള്ളി കൊലക്കുറ്റത്തിന് മാത്രമായിട്ട് ശിക്ഷയൊരുക്കി. ബ്രിട്ടൻ, കാനഡ ഒക്കെയുള്ള രാജ്യങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ, പാകിസ്ഥാൻ അടക്കം ശവഭോഗം ക്രിമിനൽ കുറ്റമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് കോടതി സർക്കാരിനോട് നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു. IPC 377 ഭേദഗതി ചെയ്യപ്പെട്ടു. അന്ന് ശവഭോഗവും കുറ്റത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നായിരുന്നു കോടതി അന്ന് നിർദ്ദേശിച്ചത്. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ മോർച്ചറികളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അന്ന് കോടതി നിർദ്ദേശം നൽകി. മൃതദേഹങ്ങളോട്
അനാദരവോടുകൂടി പെരുമാറുന്നത് തടയുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെ ഒരു നിയമം പോലും കൊണ്ടുവന്നത്. അപ്പോൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇന്ത്യൻ കോടതികൾ സഞ്ചരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് വിഭിന്നമായി CC ക്യാമറ സ്ഥാപിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള നിയമം കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, 15 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഭാര്യയാകാം, 16 വയസ്സിൽ ഉമ്മയാകാം, 15 വയസ്സിൽ വിധവയാകാം. അപ്പൊ ഇങ്ങനെ ഇറാഖിയ നിയമത്തിലേക്കും പാകിസ്ഥാന്റെ നിയമത്തിലേക്കും നമ്മൾ പോകുമ്പോൾ മുസ്ലിം പുരോഹിതന്മാര് പോലും മാറി ചിന്തിക്കുന്നുണ്ട്. അവര് പറയുന്നു, നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം വനിതാ ഡോക്ടറെ കാണണം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നെ തിരിച്ചടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിതയാണ് നേതൃത്വം കൊടുത്തത്. യുദ്ധവിമാനം പറത്തിയത് ഒരു മുസ്ലിം പെണ്ണായിരുന്നു. അവര് പോലും മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നൊരു 19കാരിയാണ് പൈലറ്റായിട്ട് വിമാനം പറത്തിയത് മലപ്പുറത്ത്. ഇങ്ങനെ അവര് മാറി ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് വേലി തന്നെ വിളവ് തിന്നുന്ന രൂപത്തിലേക്ക് ശരീഅത്ത് നിയമത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സുപ്രീം കോടതി വിധിയെ, നമുക്ക് ജഡ്ജിനെ ഒന്നും പറയാൻ പാടുന്നത് കുറ്റമാണ്, പക്ഷെ ആ സുപ്രീം കോടതി വിധിയെ അപലപിക്കുകയല്ലാതെ മാർഗമില്ല. പാകിസ്ഥാൻ പോലും ശവത്തെ ഭോഗിക്കരുത് എന്നുള്ളത് കൊണ്ട് ശവങ്ങൾക്ക് പൂട്ടിടുവാണ്, ഇരുമ്പ് പൂട്ടിടുവാണ്. അകത്തൊരു ഇരുമ്പ് പെട്ടി വെച്ചിട്ട് അതിനകത്ത് ഈ മയ്യത്തും വെച്ചിട്ട് ഇരുമ്പ് പൂട്ടിടുന്ന സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ നാട് ഈ രൂപത്തിലാണ് ചിന്തിക്കുന്നത്. ശവഭോഗം കുറ്റകൃത്യമല്ല എന്ന് പറയാൻ ഒരു കോടതിയും അതിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു സർക്കാർ വീണ്ടും അപ്പീലിന് പോകുന്ന ഒരു മനുഷ്യനോട് നമ്മൾ കണ്ടില്ലേ, പിന്നെ നമ്മുടെ ഒക്ടോബർ 7-ാം തീയതി ഹമാസുകാര് പിടിച്ചുകൊണ്ടുപോയ ജൂതപ്പെണ്ണിനെയൊക്കെ ഇവര് ചെയ്തത് ശവത്തെ ഭോഗിക്കുന്നു, ശവത്തോട് ഇവർ തുപ്പുന്നു, ശവത്തെ ചവിട്ടുന്നു, അതിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കുന്നു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കാനുള്ള ചിന്താവൈകല്യമാണോ, അതോ ഇവരുടെ ചെറിയ പ്രായം മുതലേ മതം തന്നെ ഇവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇവർക്ക് ചിന്തിക്കാനുള്ള പ്രയാസമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഈ കോടതി വിധിയെക്കുറിച്ചോ മറ്റോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയെടുക്കാം. കേരളായിട്ട് മുകളിലേക്ക് ഒരു കേരളായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് കേരളത്തിനെ വിളിച്ചിട്ടുണ്ട്. കേരളത്തിന് വരാം. വെറുതെ താഴെ എഴുതി മെസ്സേജ് എഴുതി കഷ്ടപ്പെടണ്ട. താങ്കൾ കയറി വരാം മേപ്പോട്ട്. മൈ ചോദ്യം കഴിഞ്ഞോ? മൈലോട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ചോദിച്ച അമ്പിലും ബില്ലും എടുക്കുന്നില്ല. ജാമ്യ ടീച്ചറെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അതും നല്ലതാണ്. ചിലപ്പോൾ അവര് നല്ല ശ്രോതാക്കളായിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. വളരെ നല്ലതാണ്. അത് ക്ഷമയും സമാധാനവും ഒക്കെ ഉണ്ടല്ലോ. മുമ്പൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഒരു പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ പ്രോഗ്രാമിന് വരുമ്പോഴേക്ക് ഇതുവരെ കൊലവിളിയും തെറിവിളിയുമായിട്ട് വരുമായിരുന്നു. അത് നല്ലതാണ്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞത് ഫബശ്ശിർ ഇബാദിന്റെ അടിമകളെ നീ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകളെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് അവർ. വയസ്തമിഊനൽ ഖൗല, അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റും. വയത്തബിഊന അഹ്സന, ഏറ്റവും നല്ലതിനെ അവർ പിൻപറ്റും. ഉലൈക ഹദാഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹു സന്മാർഗം നൽകും. വ ഉലൈക ഹുമുൽ അൽബാബ്, അവർ തന്നെയാണ് ഉറ്റാലോചിക്കുന്ന പറയുന്നതാണ് ഖുർആൻ പറഞ്ഞത്. നല്ലതാണ്. UK കഴിഞ്ഞ വർഷം മുസ്ലിം യുവാവായിട്ടുള്ള കാസിം എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ കാസിമിന്റെ ചിത്രമടക്കം ഇന്ന് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ കിട്ടും. നിങ്ങൾ ഗൂഗിളില് ശവഭോഗം എന്നടിച്ചാൽ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുന്നതും ഞാൻ തന്നെ ഇട്ടിരിക്കുന്ന ഒരുപാട് റെഫറൻസുകളും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് തന്നെ കിട്ടും. ഞാൻ ഗൂഗിളിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് റെഫറൻസുകൾ. ശവഭോഗത്തെ സാധൂകരിക്കുന്ന മുസ്ലിങ്ങൾ ചെയ്ത, അവന്റെ ചിത്രം പോലും മറ്റുള്ളവർ പുറത്തുവിടാൻ മടിച്ചിട്ട് ഒരു പാകിസ്ഥാനി എഴുത്തുകാരനിൽ നിന്ന്, ഒരു ഉറുദു പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്തതാണ് ചിത്രമടക്കം.
ഒരുപാട് തെളിവുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇയാളുടെ ജോലി പാകിസ്ഥാനിയാണ്, ഇയാള് പിന്നെ UK-യിലാണ്, പിന്നെ ഇയാള് അഭയാർത്ഥിയായിട്ട് കയറിയതാണ്. അപ്പൊ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ജോലി കല്ലറകൾ തുറക്കുക രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ, എന്നിട്ട് അവിടെ നിന്ന് പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഒക്കെ മൃതശരീരം പുറത്തെടുക്കുക, അതിനെ ഭോഗിക്കുക. അങ്ങനെ പിന്നെ ശവശരീരത്തിന്റെ കൂടെ മാത്രമല്ല കുട്ടികളുടെ ശവമാണ് അയാൾ ഏറെ താല്പര്യപ്പെട്ടത്. അങ്ങനെ ഇയാള് ശവരതി നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടിന്റെ ലിങ്ക് ഞാൻ എൻ്റെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർക്ക് കയറി നോക്കാം. ഇത് 100% ഇസ്ലാമിലെ ആധികാരികമായിട്ടുള്ള കിതാബുകളിലുള്ള നിയമമായതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവരെ ശിക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഇസ്ലാമിക ലോകത്തെ ആദരണീയനായിട്ടുള്ള ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള മുൻ MP കൂടിയായിരുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന സംഘടനയുടെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ ബാരി അൽ സംസമി എന്ന പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ വ്യക്തമായും മറ്റുള്ളവർക്ക് വിശദീകരിച്ച് മതവിധി പുറപ്പെടുവിച്ച സംഗതിയാണ് ശവരതി ഇസ്ലാമികമാണ് എന്നത്. അതിനകത്ത് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. ഏത് മുസ്ലിം പുരുഷനും അവരുടെ വീട്ടിലെ സ്ത്രീ മരിച്ചാല് ആ സ്ത്രീയുടെ ശരീരത്തെ 6 മണിക്കൂർ നേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാമിക നിയമം അനുവാദം നൽകുന്നു എന്നാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണ്ടപ്പെടുത്താം. ആ 6 മണിക്കൂർ ആ ശവശരീരത്തിൽ നിന്നും ജീവൻ പോകത്തില്ല, അതവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവരെന്തൊരു മനുഷ്യനാണ്. നമ്മുടെ വീട്ടിലെ ഒരു സ്ത്രീ, നമ്മൾ ഇന്നലെ കണ്ടവര് പോലുമാണ് മരിക്കുന്നതെങ്കിൽ പോലും നമ്മളിലേറെ ഒരു ചലനം സൃഷ്ടിക്കും നമ്മുടെ മനസ്സിൽ. നമ്മൾ ഒന്നുമല്ല എന്ന ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം ഇന്ന് അവര് പോയി, നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതങ്ങളൊക്കെ. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. മതവിധിയാണ് ഇസ്ലാമിക പുരോഹിതൻ, പണ്ഡിതൻ, ലോകം അംഗീകരിച്ച വ്യക്തി, ആധികാരികമായിട്ടുള്ള ഇസ്ലാമിക നിയമമാണത്. ഈ ഇസ്ലാമിക നിയമം ശരിയാണ് എന്ന് ക്രമശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കിട്ടും. ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ തലവനായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ ഇതേപോലെ തന്നെ ഇതിനെ സാധൂകരിച്ചുകൊണ്ട് ഇത് ശരിയാണ്, ഇസ്ലാമിൽ ശവവുമായിട്ട് രമിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നാ ചോദിച്ചത്. ഖുർആനും ഹദീസും ഒക്കെ കലക്കി കുടിച്ച് ഒരുപാട് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദവുമുള്ള മുസ്ലിം പുരോഹിതന്മാരൊക്കെ ശവഭോഗം ഇസ്ലാമികമാണ് എന്ന് പറയാൻ കാരണം എന്താ? ഈ പുസ്തകമാണ് അവിടുത്തെ വില്ലനായി വരുന്നത്. മനുഷ്യനെ സംസ്കാര സമ്പന്നമായി ചിന്തിക്കാൻ പോലും പ്രേരിപ്പിക്കാത്ത ഈ ഒരു പുസ്തകം. കാരണം എന്താ? മുഹമ്മദിന്റെ ചര്യയാണിത്. അമ്മായിയുടെ ശവത്തെ പോലും വെറുതെ വിടാത്ത, അങ്ങനെ പോലും ശവരതി പാടുണ്ട്, കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന മ്ലേച്ഛരിൽ മ്ലേച്ഛൻ. ഇവരൊന്നും വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തവരല്ല. ഇവർക്ക് പൊതുബോധമുണ്ട്. എന്താണ് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റാത്തവരാണോ ഇവരൊക്കെ? അല്ല. അതായത് ഇവർക്ക് മദ്രസയിലെ കുട്ടികളെയൊക്കെ വെളിച്ചെണ്ണ പ്രയോഗം ഇവരെങ്ങനെയാ ചെയ്യുന്നതൊക്കെ, ചെറിയ കുട്ടികളെ കമിഴ്ത്തി കിടത്തുക ചെയ്യുന്നത്. കുറച്ച് തൊടയൊക്കെ കനമുള്ള കുട്ടികളാണെങ്കിൽ ഇവന്മാര് വിടാതെ പിന്തുടരും. ഞാൻ മദ്രസയിൽ 10, 16, 17 വർഷം പിന്നെ പഠിപ്പിച്ചിരുന്ന ആളാണ്. എനിക്കറിയാം, ഒരുപാട് സംഭവങ്ങളുടെ അനുഭവസ്ഥയാണ് ഞാൻ, എനിക്കറിയാം. അതായത് ഇവര് സ്ഥിരമായിട്ട് ചോദിക്കും, ഉസ്താദുമാരല്ലേ അത് ചെയ്യുന്നത്, അതെന്താ ഉസ്താദുമാർക്ക് മതനിയമങ്ങളൊന്നും ബാധകല്ല, ഇവർക്ക് പഠിച്ചോനെ പേടിയില്ലേ എന്ന് ചോദിക്കും. ബുധഭോഗം എന്ന് പറയുന്നത്, ഇനി അതല്ല ശവഭോഗം, മൃഗഭോഗം, ഇത് ആര് ചെയ്താലും ശരി, ഉസ്താദുമാര് മാത്രമായിരിക്കണമെന്നൊന്നുമില്ല, ആര് ചെയ്താലും ഇത് ശുദ്ധത മാടിത്തരമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചെയ്താൽ ഒരു ക്രിസ്ത്യാനിയും അതിനെ ന്യായീകരിച്ചു വരില്ല, ഒരു ഹിന്ദു ചെയ്താൽ ഒരു ക്രിസ്ത്യാനിയും അതിനെ ന്യായീകരിച്ചു വരില്ല. പക്ഷേ മുസ്ലിം പുരോഹിതന്മാർ ചെയ്താൽ മാത്രം അവർ ശരിയായ വിശ്വാസി അല്ലാത്തത് കൊണ്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവര് പൈശാചിക പ്രേരണയാൽ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരും. എന്തായിരുന്നാലും ഇതിന് നമ്മൾ പച്ച മലയാളത്തിൽ ലൈംഗിക വൈകൃതം എന്ന് പറയും. ഇത് നമുക്ക് വിവേചനരഹിതമാണ്. ആര് ചെയ്താലും ശരി അതിനെ നമ്മൾ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോ ഉസ്താദുമാരെ മാത്രമായിട്ടൊന്നും നമ്മൾ ഈ വിഷയത്തിനകത്ത് പിന്തുണയ്ക്കുന്നുമില്ല, വിമർശിക്കുന്നുമില്ല. അതിലും അപ്പുറം ഗുദഭോഗം ചെയ്യുന്നത് ആരാണ്? മദ്രസ പീഡനം എന്ന് മാത്രം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആരാണ് വരുന്നതെല്ലാം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ഉസ്താദുമാര് ചെയ്താലും ശരി, നമ്മുടെ വാപ്പമാര് ചെയ്താലും ശരി, തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിനിടയ്ക്കാണ് ഈ അടിമഭോഗത്തെ കുറിച്ച്. ഇതെന്താണ്? സെക്സ് ഇസ്ലാം.
സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാമില്ല, ഭോഗമില്ലെങ്കിൽ ഇസ്ലാമില്ല. അതിന് ഏത് ഭോഗമായിരുന്നാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈശാചികം എന്ന് പറയാൻ പറ്റില്ല. പിശാച് എത്രയോ നല്ലവനാണ്. അള്ളാഹുവിന്റെ പ്രാകൃതമായിട്ടുള്ള ഒരു ചിന്താ വൈകല്യം, ലൈംഗിക വൈകൃതം അള്ളാഹു അവന്റെ അടിമകളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്നു. ഈ അടിമ ഭോഗം, അടിമ വ്യവസ്ഥിതി തന്നെ എത്ര നീചമാണ്, എത്ര മാനവിക വിരുദ്ധമാണ്. ഒരു വിഭാഗം മനുഷ്യരെ യജമാനന്മാരാക്കി മറ്റവരെ അടിമകളാക്കി ഇവരെ കൊണ്ട് അവരെ ഭോഗിപ്പിക്കുക, വേണ്ടി വന്നാൽ ഇവരെ വ്യഭിചരിക്കാൻ വിട്ടിട്ടാണെങ്കിലും യജമാനന് പണം ഉണ്ടാക്കാം. ശിശുഭോഗം, ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പ്രാകൃതമാണ്, ഇത് ക്രൂരമാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തെ നശിപ്പിച്ച് കാണിച്ചു തരുവാണ് ഇതൊക്കെ. ഇപ്പൊ പ്രവാചകൻ 5 വയസ്സും 10 മാസവുമുള്ള ആയിഷയെ കെട്ടിയിട്ട് അതിന്റെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ നശിപ്പിച്ച് ഇയാൾ ചത്തു തൊലഞ്ഞതിന് ശേഷം 47 വർഷമാണ് ആ പെണ്ണൊരുത്തി നരക യാതന അനുഭവിച്ച് ജീവിക്കേണ്ടി വന്നത്. ഇത് നമ്മൾ ഇതിനെ എതിർക്കാൻ കാരണം ലക്കത് കാനലക്കം ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള പ്രവാചകനിൽ നിന്ന്, മാനവരിൽ മനോഹരനായിട്ടുള്ള പ്രവാചകനിൽ നിന്ന് ഇത്തരം തെണ്ടിത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ പറയും. അതിന് നബി ആയതുകൊണ്ട് പറയാൻ പാടില്ല, അയ്യോ മുമ്പ് എതിരെ നിൽക്കുന്ന മതത്തിലെ ആളുകൾക്ക് കുറച്ച് വികാരം കൂടുതലായതുകൊണ്ട് പറയാൻ പാടില്ല, നമ്മുടെ തല അവരെടുക്കുമെന്നുള്ളത് കൊണ്ട് പറയാൻ പാടില്ല എന്നൊന്നുമില്ല. അത്രമാത്രം എന്റെ തല അവർക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ വന്ന് എടുത്തിട്ട് പോടാന്നേ ഞാൻ പറയൂ, പ്രശ്നമൊന്നുമില്ല. സത്യം പറഞ്ഞ് സത്യത്തോടൊപ്പം നിന്ന് നിലപാടുകളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. ഇനി അതല്ല, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സമർത്ഥിക്കാൻ ഒരു അവസരവും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ലോക ജനങ്ങൾക്ക് മുഴുവനും റഹ്മത്തുൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയായിട്ട് വരുന്ന ഒരു പ്രവാചകൻ മനുഷ്യ കുലത്തിൽ നിലവിലുള്ള സകല തിന്മകളെയും വിവരക്കേടുകളെയും ഇതുപോലെയുള്ള മ്ലേച്ഛ കൃത്യങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കണം എന്നാണ് മനുഷ്യപക്ഷത്ത് നിന്ന് ഞാൻ ചിന്തിക്കുക. ഇപ്പൊ വളർത്തുമകനെ സ്വന്തം മകനെ പോലെ കാണണം, വളർത്തുമകന്റെ ഭാര്യയെ സ്വന്തം മകളെ പോലെ കാണണം. അതുവരെ മകനാണ് എന്ന് പറഞ്ഞവൻ അനന്തരാവകാശം കൊടുക്കരുത് എന്നത് ക്രൂരമാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. തന്റെ അനന്തരാവകാശം കൊടുക്കണം. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട ആളാണ് മാനവരിൽ മനോഹരൻ. ലോകാവസാനം വരെ തന്നിൽ നിന്നും നല്ല നല്ല മാതൃകകൾ ലഭിക്കണം. നമ്മൾക്ക് എന്തെങ്കിലും രൂപത്തില് തെറ്റായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മക്കളൊന്നും അത് കണ്ടു പഠിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. ഞാൻ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ആളാണ്. എൻ്റെ മക്കളോട് എപ്പോഴും പറയും, മക്കളെ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ചെറിയ പ്രായത്തിലെ സ്ട്രെസ് കൊണ്ടൊക്കെ ആയിരിക്കും, ഒരുപാട് ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വന്നത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. അതൊരിക്കലും നിങ്ങളത് കണ്ടു പഠിക്കരുത് കേട്ടോ. നിങ്ങൾ കുറച്ച് സമചിത്തതയോടുകൂടി മാത്രമേ ഏത് കാര്യവും തീരുമാനമെടുക്കൂ. അപ്പൊ ഞാൻ എൻ്റെ ആ ഒരു സ്വഭാവം പോലും എൻ്റെ മക്കൾ അത് കണ്ടു പഠിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തില് 90 80 വയസ്സുള്ളവന്മാരൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചപ്പോ തന്നെ നമ്മുടെ ലീ സിസ്റ്റർ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇറാനിലെ കാര്യം. ഇപ്പൊ അഫ്ഗാനിൽ എന്താ നടക്കുന്നത്? ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവന്മാർക്ക് വിൽക്കുക. എന്താ കുഞ്ഞിന്റെ വയസ്സ് എത്രയാ? 6. എത്ര മോളെ വയസ്സ്? 7. മറ്റേ കുഞ്ഞു പറയുന്നു 8. മണവാട്ടിയായിരിക്കുക കൊച്ചു കുഞ്ഞുങ്ങള്. ഇവരെയൊക്കെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത് അവരുടെയൊക്കെ രാജ്യത്ത് ഇതൊക്കെ സാർവത്രികമായിട്ട് അവര് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതാ. അതുകൊണ്ട് വൃദ്ധനായിട്ടുള്ള എനിക്കും ഇനി ഒരു കൊച്ചു കുഞ്ഞിനെ കെട്ടാം എന്ന് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം ചിന്തിച്ചാൽ അവര് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മതം. അടിമ ഭോഗമായിരുന്നാലും ശിശുഭോഗം, ഗുദഭോഗം, മൃഗഭോഗം, ഇതെല്ലാം നമുക്ക് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. ഇന്നത്തെ കാലത്ത് അടിമത്വം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ എന്താ കുറച്ച് അടിമകൾ ഉണ്ടായാൽ കുഴപ്പം നമ്മൾ ചിന്തിക്കില്ലേ? പാവപ്പെട്ട മനുഷ്യരെയൊക്കെ പിടിച്ച് അടിമകളാക്കിയിട്ട് അവരെയൊക്കെ അടക്കി ഭരിക്കാൻ ശ്രമിക്കില്ലേ? അവരെയൊക്കെ അടിമഭോഗം നടത്തില്ലേ? അവര് കൃഷിസ്ഥലമല്ലേ, അവരെങ്ങനെ കിടക്കണം? ഇരുത്തി കിടത്തിയോ മലർത്തി കിടത്തിയോ ചരിച്ച് കിടത്തിയോ എങ്ങനെ വേണമെങ്കിലും കിടത്താം എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പച്ചയായ മനുഷ്യർക്ക് നമ്മളെ പോലെ ചിന്തിക്കാനുള്ള വിവരമുണ്ട്, വിവേകമുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ അവരെ ഭോഗിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവനല്ലേ ഏറ്റവും വലിയ മ്ലേച്ഛൻ. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചിന്തകൾ വെച്ചിട്ടാണല്ലോ ഞാൻ ഇസ്ലാമിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ടീച്ചറെ, ഈ നിയമം കൊണ്ട് എന്തുകൊണ്ട്
ഈ പുസ്തകങ്ങൾ ബാൻ ചെയ്യാൻ ഒക്കുന്നില്ല? ഒരു ചോദ്യം. ഞാൻ ഓസ്ട്രേലിയയില് 1997 വരെ ഈ ബുധഭോഗം അല്ലെങ്കിൽ സോതോമി, ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. ക്രിമിനൽ മീൻസ് ഇവിടുത്തെ ജയിലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പരിപാടിക്ക് തൂക്കിക്കൊന്ന് അനേകരുടെ ഫോട്ടോ ഇന്ന് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് അതേതാണ്ട് അവർ ചെയ്ത തെറ്റായിട്ടാണ് അവർക്ക് തോന്നുന്നത് ഇവിടുത്തെ നിയമത്തിൽ. അപ്പം ഈ രാജ്യം പിന്നോട്ട് പോകുന്നത് വേണം നമ്മളുടെ വീക്ഷണത്തിൽ ചിന്തിക്കാൻ, പറയാൻ. അപ്പൊ ഈ പറഞ്ഞ ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കുന്ന ഈ പുസ്തകങ്ങൾ എന്തുകൊണ്ട് ബാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്മളുടെ നിയമത്തിൽ? അത് ഒന്നാമത്തെ കാര്യം, ജനപ്പെരുപ്പം വലിയൊരു വിഷയമാണ്. നമ്മുടെ നാട്ടിലെല്ലാം പൊളിറ്റിക്കൽ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണല്ലോ പോകുന്നത്. ഒരു മനുഷ്യൻ എന്തും ചെയ്യാം, അവന് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ തന്നെയും നരേന്ദ്രമോദി ഈ രാജ്യത്തെ സമ്പന്ന പട്ടികയിൽ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തേക്കും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് സുപ്രീം കോടതി വിധി വരുവാണ് 15 വയസ്സിൽ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹിതരാകാം. അപ്പൊ നമ്മൾ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ മുകളിലേക്ക് പോയാലും ശരി, ഇത്രയും പ്രാകൃതമായിട്ടുള്ള ഒരു മത ആചാരത്തിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തുന്നു. അതും വേലി തന്നെ വിളവ് തിന്നുന്ന രൂപത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വരുവാണ്. പരമോന്നത നീതിപീഠം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ കരിയറിനെ കുറിച്ച്, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച്, അവരുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ച്, അവരുടെ പ്രസവ ശേഷം അതല്ലെങ്കിൽ ആ 15 വയസ്സുള്ള കുട്ടിയുടെ ലൈംഗികത അതിനകത്ത് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, സാമൂഹികമായി അപരവൽക്കരിക്കപ്പെടുന്ന ചില പെൺകുട്ടികളുടെ ആ ഒരു രീതി, അവരുടെ ചിന്തകൾ, ഇതിനെക്കുറിച്ചിട്ടൊന്നും കോടതിക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. അതായത് ഇവിടെ ഭരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി വെച്ചിട്ട് പൊളിറ്റിക്കൽ പവർ നിർബന്ധമല്ലേ? ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് അവർക്കാണ്. അഭയാർത്ഥികളായിട്ട് വന്നു കയറിയ ആളുകളും ഇഷ്ടംപോലെ പെറ്റുപെരുക്കിയിട്ടുണ്ട്. കുറേ അവർ മതം മാറിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും 2047 ഇൻഷാ അല്ലാഹ് ഇൻകിലാബ് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചതുപോലെ എങ്ങാനും ഒരു ഇസ്ലാമിക രാജ്യമായാലോ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാകുമല്ലോ. ഇനിയിപ്പോ മൻമോഹൻ സിംഗ് ഒക്കെ ആയിരുന്നു ഭരിച്ചിരുന്നുവെങ്കിൽ എപ്പോഴേ ഇതിനേക്കാൾ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ട് ക്രമേണ നമ്മൾ വിചാരിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു മോദി ഭാരതത്തിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റിനോവേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ നിയമത്തെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മുത്തലാഖ് പോലെയുള്ളതൊക്കെ നിരോധിക്കുകയും അതിനൊക്കെ നിയമവും ബില്ലും വന്നു, പൗരത്വ ഭേദഗതി നിയമം വന്നു, ഏക സിവിൽ കോഡ് വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് 15 വയസ്സുള്ള ഭാര്യമാരെയും വിധവമാരെയും സൃഷ്ടിക്കുന്ന രൂപത്തിലൊരു നിയമം നമ്മുടെ രാജ്യത്ത് വരുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ഇനിയിപ്പോൾ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു പുരോഗമനം ഒരിക്കലും ഇവർ അംഗീകരിക്കില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിം മെജോറിറ്റിയിൽ ഇന്തോനേഷ്യയെയും പിന്തള്ളി ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ, നിയമം മൂലം ഇതിനെ നിരോധിക്കാൻ പറ്റുമോ എന്നൊക്കെ വരും കാലത്ത് നമുക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റൂ. അതല്ലാതെ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ മതരാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. താഴെ ഇരിക്കുന്ന കൂട്ടുകാർ ഇതൊന്നും കേട്ട് അമാന്തിച്ച് നിൽക്കാതെ കയറി വരാൻ കേട്ടോ. സംശയത്തിന്റെ ഒരു കണിക പോലും മനസ്സിലാക്കരുത്. ഇതിപ്പോ തന്നെ ഇവിടെ ചോദിച്ച് പറഞ്ഞ് തീർത്ത് പോവാം. നിങ്ങൾക്ക് കയറി വരാം. ഇനി കൂട്ടുകാരെല്ലാം സഹോദരന്മാർക്കും കയറി വരാം. ഒരു ചാൻസ് തന്നെ കളയരുത്. ഞാൻ പറയുന്നത് തെറ്റാണെന്നും ഇസ്ലാം ശരിയാണെന്നും ഈ ഗ്രന്ഥങ്ങൾ ശരിയാണെന്നും ഒക്കെ സ്ഥാപിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമൊന്നും ഇല്ലല്ലോ തെറ്റിലേക്ക് തന്നെ പോകണമെന്ന്. നമ്മളിത് വിടാൻ തയ്യാറാ. ഷഹാദത്ത് പറയണോ, ഷഹാദത്ത് പറയാം. ഒതു എടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും എളുപ്പമാണ്, ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ചിനും ഓപ്പൺ ഡിബേറ്റിനും ഒന്നും അധികം ആളുകളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇസ്ലാം ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ എന്തിനു മുന്നോട്ട് വരാത്തത്? പ്ലീസ് സുഹൃത്തുക്കളെ, മുന്നോട്ട് വരൂ. നിങ്ങളോട് നാളെ അല്ലാഹു ചോദിക്കും കേട്ടോ. ഇന്നസം അവൽ ബസർ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസൂല. എന്നെ ഇങ്ങനെ ജാമിദ വലിച്ചു കീറിയപ്പോൾ എന്തുകൊണ്ട് നീ ചോദിച്ചില്ല? നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടില്ലേ? നിന്റെ ചെവിയിൽ കുരുവായിരുന്നോടാ എന്ന് നാളെ പടച്ചോൻ ചോദിക്കും. ടീച്ചറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇസ്ലാമിൽ റിഫോർമേഷൻ സാധ്യമാണ്, അതോ ഇത് ഇല്ലാതാകുക എന്നുള്ളത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ? ഇത്രയും പേര് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു എന്നൊരു ദൈവമുണ്ടെന്നും മുഹമ്മദ് ഒരു പ്രവാചകനാണെന്നും ഖുർആൻ ഇങ്ങനെ മുകളിൽ നിന്ന് ഇറക്കി കൊടുത്തതാണെന്നും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ്. അപ്പൊ ഇവര് ഈ കാര്യങ്ങളൊന്നും ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മാനുഷിക വിരുദ്ധവും പോഷത്വവും അതിനീചമായ കാര്യങ്ങളാണ്. ഇതിൽ ആത്മീയമായ ഒരു കാര്യവുമില്ല. വെറും ഭോഗവും കൊള്ളയടി, ഇതൊക്കെ ഉള്ളൂ ഇതിന്റെ കാതലായ കാര്യമെന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയ ഒരു റിഫോർമേഷൻ സാധ്യമാണോ? എന്താണ് അഭിപ്രായം? ഒരിക്കലും ഇല്ല. കാരണം ഇസ്ലാമിൽ ഒരു റിഫോർമേഷൻ സാധ്യമല്ല. ഇപ്പം റിഫോർമേഷൻ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ഖുർആൻ ഒന്ന് റെഡ്യൂസ് ചെയ്യുക, ഇതിനകത്തുള്ള അന്യമത വിരുദ്ധതകളും അതല്ലെങ്കിൽ കൊള്ളയും കൊലയും ബലാത്സംഗവും മാതാവിനെ ഭോഗിക്കാനും മോളെ ഭോഗിക്കാനും ഒക്കെയുള്ള നിയമങ്ങളും ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഈ പുസ്തകം ഒന്ന് പരിഷ്കരിക്കുക, അത് ലൈഫ് ടൈം സാധ്യമല്ല. കാരണം ഈ ഖുർആനിന്റെ വാലയോ തുമ്പോ പോലും മാറ്റത്തിരുത്തലുകളില്ലാതെ തുടർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. പിന്നെ ഹദീസുകൾ, ചിലപ്പോൾ കുറച്ചാളുകൾ ഹദീസ് തള്ളും, എന്നിട്ട് ഇസ്ലാമിനെ തന്നെ മുറുകെ പിടിച്ചു പോകും. ഇതിനകത്തൊരു മാറ്റം സാധ്യമാകണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾ വിചാരിക്കണം. ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നാകും, ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നാകും, ഒരു സമൂഹം നന്നായാൽ ഒരു രാഷ്ട്രം നന്നാകുമെന്ന് പറയുന്നത് പോലെ ഇറാനിലെ അലി ഖൊമേനിയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ കുറേ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിഫോർമേഷന് സ്വയം വിധേയരാകാൻ മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും ഉയർന്നു വരണം. അതിൻ്റെ തെളിവാണ് ഒരു ഭർത്താവ് മരിച്ച ഒരു നഫീസുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ 3 പെൺമക്കളെ കഷ്ടപ്പെട്ട് വളർത്തി. 3-മത്തെ കുഞ്ഞിന് 32 ദിവസം കണ്ട പ്രായമായപ്പോഴേക്ക് ഭർത്താവ് മരിച്ചതാണ്. അവര് ജോലി ചെയ്ത് കുട്ടികളെ 3 പെൺകുട്ടികളെയും പഠിപ്പിച്ച് വളർത്തി അവരെ കെട്ടിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടികൾക്കൊരാഗ്രഹം തോന്നി, ഉമ്മയ്ക്ക് പുറം ലോകം ഒന്ന് കാണണ്ടേ, അവർക്കും കൂടി ആസ്വദിക്കാനുള്ളതല്ലേ ഈ ലോകം. അങ്ങനെ ഉമ്മയെ അവരെ കാശ്മീരിലേക്ക് കൊണ്ടുപോയി, ഒന്ന് മണാലിയിൽ പോയിട്ടൊന്ന് മഞ്ഞൊക്കെ വാരി. അപ്പോൾ അവർക്ക് തോന്നി ഒരു റീൽസ് എടുക്കണം. എന്നിട്ട് അവർ ആ റീൽസ് എടുത്ത് പറഞ്ഞു, റുക്കിയ, ജമീല, ഫാത്തിമ, ഇങ്ങനെ ഒരു ലോകമുണ്ട് മോളെ, എന്ത് രസമാണ് മോളെ, ഈ ലോകം കാണാൻ അതീവ ഭംഗിയാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു റീൽസ് ഇട്ടു. അപ്പോഴത്തേക്കിനും ഒരു ഉസ്താദ് വന്നിട്ട്, ഭർത്താവ് മരിച്ചൊരു വെല്ലുമ്മ മൂലക്കിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലേണ്ടതിന് പകരം മണാലിയിൽ പോയി മഞ്ഞുവാരി കളിക്കുന്നു, ഇത് മതത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ AP കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ ആണും പെണ്ണും ഇടകലരരുത് എന്ന് പറഞ്ഞു. മെക്സവന്റെ വ്യായാമത്തിന്റെ മുറ വന്ന സമയത്തും അതുപോലെ, സൂംബ ഡാൻസ് വന്നപ്പോഴും അതുപോലെ. പക്ഷേ അത് എത്ര പേര്, എത്ര മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു എന്നതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. ഇപ്പോൾ ഉസ്താദുമാർ തന്നെ വന്ന് കരയാണ്, മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല, അവർക്ക് ജോലി വേണമെന്ന്. എത്ര കിലോ ചിപ്സ് ആണ് എനിക്ക് മുടങ്ങി ചെലവായത് എന്ന് ഒരു വാപ്പ വന്നിട്ട് ഒരു ഉസ്താദിനോട് കരഞ്ഞു വിളിച്ച് പറയുവാണ്. അത്രയും ഒരുപാട് മുസ്ലിം പുരോഹിതന്മാർ വന്നിട്ട് പറയാം, മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കണം, അവർക്ക് ഏതെങ്കിലുമൊക്കെ നിലകളെത്തണം. ഞാനിപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ മകളെ, ഞങ്ങളുടെ വീട്ടിൽ 7 പെൺകുട്ടികളാണ്, ഞങ്ങളെയൊക്കെ കെട്ടിച്ചത് 20 വയസ്സ് 23 വയസ്സ് 22 വയസ്സൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും മൂത്ത മോളെ കെട്ടിക്കാൻ നിൽക്കുകയാണ് വാപ്പച്ചി. അപ്പോൾ വാപ്പച്ചി പറഞ്ഞു, അവൾക്ക് ജോലി ആവട്ടെ എന്നിട്ട് കെട്ടിച്ചാൽ മതി. അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെ മതത്തിന് വിരുദ്ധമായി ചിന്തിക്കാൻ എൻ്റെ വാപ്പച്ചിയെ പോലെയുള്ള ഒരുപാട് പിതാക്കന്മാർ, പഠിപ്പിക്കാൻ ഒരുപാട് മാതാക്കൾ, അവരോട് കോപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ തയ്യാറായതിൻ്റെ ഒരു റിഫോർമേഷനാണ് ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. അവരുടെ ഫോട്ടോ ഇടുന്നു, ആ ഫോട്ടോയ്ക്ക് ആരെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കുകയും കമൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷം, അതിലൂടെ അവർക്കൊരു ഇൻകവും കൂടി കിട്ടുന്നു. ഇന്ന് നമ്മളൊരു മീൻകറി വെക്കണമെങ്കിൽ യൂട്യൂബ് ഒന്ന് നോക്കി നോക്കിയേ, ഒരു ബിരിയാണി വെക്കണമെങ്കിൽ ഒന്ന് നോക്കി നോക്കിക്കേ, എല്ലാ മുസ്ലിം സ്ത്രീകളാണ്. ഇവര് മതത്തെ പിന്തള്ളി മുന്നോട്ട് വന്നത് കൊണ്ടാണ്.
ഇപ്പോ പിന്നെ ബിഗ് ബോസിൽ 2 പെൺകുട്ടികളുണ്ട്, ആദില നൂറ. 2 പെൺകുട്ടികൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവര് ആൺകുട്ടികൾക്ക് ഒരുമിച്ച് ജീവിക്കാം, പെൺകുട്ടികൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് എന്താണ് പ്രശ്നം? അങ്ങനെ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവര് 2 വീട്ടുകാരും എതിർത്തപ്പോൾ അവരെന്ത് ചെയ്തു? ആ മതം തന്നെ വലിച്ചെറിഞ്ഞിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ അവർ സജ്ജരായി. ഇത് മണൽത്തരികൾ പോലെ ഇവരിങ്ങനെ കൈപ്പിടിയിൽ ഈ പെൺകുട്ടികളുടെ ജീവിതം വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവര് പോലും അറിയാതെ അത് ഊർന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നതും വ്ലോഗ് ചെയ്യുന്നതും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതും ലൈവ് ചെയ്യുന്നതും ഒക്കെ മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ആത്മീയതയുടെ പാതയിൽ മുസ്ലിം പുരോഹിതന്മാർക്ക് മനസ്സിലായി ഖുർആനും ഹദീസും പറഞ്ഞ എന്തായിരുന്നെങ്കിലും ഒരാളും വരത്തില്ല. അപ്പൊ അവന്മാരെന്താ ചെയ്യുന്നത്? വെളുപ്പിന് 4 മണിക്കൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി, മുമ്പൊക്കെ 35,000 60,000 ആളുകളൊക്കെ ഇവരുടെ ലൈവിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അവര് തന്നെ പറയുന്നു ഇപ്പൊ ആള് കുറഞ്ഞു പോയി. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നോമ്പ് പിടിച്ച ആളുകളുടെ ലിസ്റ്റ് സെൻസസ് ഈ മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങളിൽ നിന്നൊരു യുക്തിവാദിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനത്തിൽ ഒരു സെൻസസ് എടുത്തപ്പോഴേക്ക് ഏതാണ്ട് 90% മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും നോമ്പ് പിടിക്കുന്നില്ല, അവര് നമസ്കരിക്കാൻ വരുന്നില്ല. അതായത് അവർക്ക് മനസ്സിലായി മതമല്ല നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്, ഒരു പുരോഗതിയാണ്, നമ്മൾ ആധുനിക മനുഷ്യനാകുകയാണ് വേണ്ടതെന്ന്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരിക്കലും ഒരു നവീകരണം, ഒരു പുരോഗമനം ഉണ്ടാകത്തില്ല. മറിച്ച് ആ മതം തന്നെ വലിച്ചെറിഞ്ഞ്, ആ പുസ്തകങ്ങളും വലിച്ചെറിഞ്ഞ് മനുഷ്യൻ സ്വയം നവീകരണത്തിലേക്ക് അവനവന്റെ ജീവിതത്തെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പോ ഉസ്താദുമാര് എത്ര പേരുണ്ട് മതമനുസരിച്ച് ജീവിക്കുന്നവര്? അവര് സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കുന്നവരാണ്. എനിക്കറിയുന്ന എല്ലാവരും. ഇപ്പോൾ MM അക്ബർ വലിയ സമ്പാദകനാണ്, അദ്ദേഹത്തിന്റെ ചാനലിലും മോണിറ്റൈസേഷൻ ഉണ്ട്. ഹാരിസ് മദനി, ഇവരൊക്കെ വലിയ വലിയ മുസ്ലിം പുരോഹിതന്മാരാ. ജൂതന്റെ പൈസ എന്താ റമ്മി കളിക്കുക, അതുപോലെ മദ്യത്തിന്റെ ഒക്കെ പരസ്യം, പെണ്ണുങ്ങൾ കിടന്ന് ആടുന്നതും പാടുന്നതും ഒക്കെ തന്നെയാണ് ഈ പരസ്യങ്ങളിൽ വരുന്നത്. അപ്പൊ അതിലൂടെ കിട്ടുന്ന വരുമാനം ഈ പുരോഹിതന്മാരൊക്കെ വാങ്ങിച്ച് തിന്നുന്നുണ്ട്. അതുപോലെ കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും മാത്രം പറയുന്ന ഉസ്താദുമാരുണ്ട്, സ്വപ്ന വ്യാഖ്യാനം എന്ന വ്യാജേന. ഉമ്മയെ പണിഞ്ഞാൽ, പെങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെട്ടാൽ എന്താണ്, സംയോഗത്തിൽ ഏർപ്പെടാമോ, അത് അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ എന്താണ് വിധി? കാരണം ഈ ഞരമ്പന്മാർ അതുപോലെയുള്ള വീഡിയോസേ കാണത്തുള്ളൂ എന്ന് ഇവർക്കറിയാം. അപ്പൊ അവരും മനസ്സിലാക്കുന്നത് എന്താണ്? യൂട്യൂബിലൂടെ ആണെങ്കിലും 10 പൈസ ഉണ്ടാക്കാം, മതത്തെ കൊള്ളയടിച്ചിട്ടാണെങ്കിലും ശരി, സാരമില്ല, ഈ മതം ഇത് തന്നെയാണല്ലോ പറഞ്ഞതൊന്നും വലിയ തെറ്റൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെയും ഇവര് മതം അങ്ങനെ 100% ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവരിന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും ഉണ്ടാകത്തില്ല. ഇവർ ഒതുങ്ങിക്കൂടി എവിടെന്നെങ്കിലും ഒരിക്കൽ, സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പോലും പാടില്ല. ഇവര് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഏതെല്ലാം വേഷങ്ങളിലാണ് കാണാൻ പറ്റുന്നത്, അവരുടെ മാറും മോറും ഒക്കെ പുറത്തല്ല, എല്ലാം കാണുന്നുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോഴേക്ക് നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചു പോകുമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മതം 100% ഫോളോ ചെയ്യുന്ന ആരുമില്ല. മതം മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനത, അവര് സ്വയം മാറ്റത്തിന്, പരിണാമത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലാതെ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഓക്കെ, എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വിഭാഗം സ്ത്രീകൾ, എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീകൾ, ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അവര് കറുത്ത ചാക്കിലേക്ക് തിരിച്ചു പോകുന്നതും, പ്രത്യേകിച്ച് അതായത് അവരുടെ ഒരു ഐഡന്റിറ്റി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് ഈ കറുത്ത വസ്ത്രം കൊണ്ട് മുഴുവനും തല അടക്കം മൂടി, കണ്ണിന്റെ മുകളിൽ പോലും അഫ്ഗാനികൾ ഇടുന്നത് പോലെ നെറ്റിട്ട് നടക്കുന്ന സ്ത്രീകളെ ഇന്ന് കേരളത്തിൽ അങ്ങ് ധാരാളം കാണാൻ പറ്റും. ചിലപ്പോ ഒരു 5-6 പേര് ഇങ്ങനെ ഈ വസ്ത്രമൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോൾ ഭയന്നു പോകും. കാരണം ഇതിന്റെ ഉള്ളിൽ ആരാണ് എന്താണെന്ന് ഒരു പിടിയില്ല. ഒരു സൈഡില് ഇപ്പൊ ജാമിദ ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് പേര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഈ കുക്കിംഗ് വീഡിയോ, ഒരുപാട് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നതില് എല്ലാം അസ്സലാം അലൈക്കും കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇൻഷാ അല്ലാ 30 തവണ പറഞ്ഞ്, മാഷാ അല്ലാ 15 തവണ പറഞ്ഞ്, എഗെയിൻ ഒരുപാട് അവരെ വിശ്വാസത്തെ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് അനേകർ വീഡിയോ ഇടുന്നത്. അത് അവർക്കൊരു മുഖമുദ്ര പോലെ കാണിക്കുക എന്നുള്ളതും കൂടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഇതൊന്നും ഇസ്ലാമികമല്ല. ഐഷ ബീവി പറഞ്ഞത് സ്ത്രീകൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകൾക്ക് ആകെ കൂടെ വേണ്ട പഠിപ്പ് എന്താണ്? അൽ-നൂർ 24-ാമത്തെ സൂറ ഖുറാനില്,
അതിന്റെ കുറച്ച് വചനങ്ങൾ മാത്രം അവരെ പഠിപ്പിക്കുക. പിന്നെ തയ്യല് പഠിപ്പിക്കുക. അത്ര മാത്രമേ ഒരു സ്ത്രീക്ക് ആയിഷ ബീവി വിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവി പറഞ്ഞിരിക്കുന്നത്. ഇത്രയൊക്കെ പഠിപ്പിച്ചാൽ മതി. സ്ത്രീകളെ മൃഗങ്ങളെ പോലെ, വളർത്തു മൃഗങ്ങളെ പോലെയാണ് കാണേണ്ടതെന്ന് തബരിയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. വോളിയം 9 അതിൽ പറയുന്നു, they have nothing, they don't possess anything, they are just like domestic animals. അതുകൊണ്ട് സ്ത്രീയെ പുരുഷൻ അങ്ങനെയാണ് കാണേണ്ടത്. ഇപ്പൊ വിദ്യാഭ്യാസം എന്നുള്ളത് സ്ത്രീക്ക് പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ ഏത് പെൺകുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ അത് ഖുറാനെതിരാണ്. അപ്പൊ തുടക്കം മുതലേ അവര് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ്? അവരുടേതായ രീതിയിൽ വസ്ത്രം ധരിക്കണം. അപ്പൊ ചില കാര്യങ്ങളിൽ അവര് മതത്തിനെ മുറുകെ പിടിക്കും, ചില കാര്യങ്ങളിൽ ഈ ഖുറാനിൽ പറയുന്ന ഒന്നും അവര് ഫോളോ ചെയ്യുന്നില്ല. ഈ റൂമിൽ ഞങ്ങൾ പല മുസ്ലിങ്ങളോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഖുറാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിക്കണ്ടേ? ഖുറാനിൽ അനേക കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോ MM അക്ബർ തന്നെ പാന്റും ഷർട്ടും സൂട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടിയിട്ടാണ്. സക്കീർ നായിക് അതെ, അത് കാഫിറിന്റെ വേഷമല്ലേ? കാഫിറിന്റെ വേഷം ധരിച്ചോണ്ടാണോ ദാവ ചെയ്യേണ്ടത്? ഈ വിരോധാഭാസത്തിന്റെ മോഡൽസ് ആയിട്ടാണ് ഇവരെല്ലാവരും കാണപ്പെടുന്നത്. വിരോധാഭാസത്തിന്റെ അങ്ങേയറ്റം. കറുത്ത വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ അവരുടെ അടിയിൽ ജീൻസും ടീഷർട്ടും ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഫോറിൻ കൺട്രീസിലൊക്കെ, ഞാൻ ഈയിടയ്ക്കും കണ്ടു ഒരു പെൺകുട്ടി ഇന്ത്യയിലെ ഒരു നഗരത്തില്, നല്ല ഒരു യുവതി ജോലിക്ക് പോവുകയാണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് കാണുന്നത്. വളരെ മേൽത്തരം ഒരു ജീൻസും നല്ല ടീഷർട്ടും ഇട്ട് നല്ല ഒരു ആരോഗ്യവതിയായ പെൺകുട്ടി. പക്ഷെ തലയും മുഖവും എല്ലാം മൂടിക്കെട്ടി, കണ്ണ് മാത്രം അതിൻ്റെ ഉള്ളിൽ, അത് കണ്ണാടിയും വെച്ചിട്ട് ഒരു ഐഡന്റിറ്റി, ഐ ആം എ മുസ്ലിം. ആ ഐഡന്റിറ്റി അവരെന്തായാലും ഇപ്പൊ ഈ ജീൻസ് ഇടുന്നതും ഇറുകി പിടിച്ചിരിക്കുന്ന മറ്റേ ടീഷർട്ട് ഇടുന്നതും അതൊക്കെ ഇസ്ലാമികമാണ്. സോ ദേ ആർ എ കൺഫ്യൂസ് ലോട്ട്. ഇവർക്ക് എന്താണ് മതത്തെ പറ്റിയുള്ളത്, പ്രതിനിധീകരിക്കേണ്ടത് എന്താണ്, അള്ളാഹു പറഞ്ഞത് എന്താണ്, ഖുറാനും മുഹമ്മദും പഠിപ്പിച്ചത് എന്താ, അതൊന്നും നോട്ടമില്ല. ഒരു മതവിശ്വാസിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചില കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ഖുറാൻ പറഞ്ഞതോ പഠിപ്പിക്കുന്നതോ അവർ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ പലരും വന്ന് പറയാറുണ്ട്, ആഡം വന്നിട്ടുണ്ട്. ആഡം ഞാനേ സിസ്റ്റർ പറഞ്ഞതിന് മറുപടി പറയാം. സിസ്റ്റർ പറഞ്ഞതിന് ഞാൻ ഒന്നാമതായിട്ട് ഞാൻ മറുപടി പറയാം. അതായത് കേരളത്തില് ഒരുപാട് പെൺകുട്ടികൾ വിദ്യാസമ്പന്നരായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുബോധം അങ്ങനെയാ, പഠിക്കണം. നിർബന്ധമായിട്ട് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നിയമവിധേയമാണ്. അതുകൊണ്ട് അത് പഠിച്ചേ പറ്റും. ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടില്ലെങ്കിൽ പോലും മാതാപിതാക്കൾ ശിക്ഷയ്ക്ക് അർഹരാണ്. അപ്പൊ അങ്ങനെ പഠിച്ച് മറ്റുള്ളവർ വളരെ നല്ല രൂപത്തിൽ ജീവിക്കുമ്പോൾ ഇവർക്ക് വിഷമം തോന്നുകയാണ്. അപ്പൊ എൻ്റെ സിസ്റ്ററുണ്ട്, സിസ്റ്ററിൽ അധികം ഒരു 3 സിസ്റ്റർമാർ അറബി അധ്യാപകരാണ്. അവിടെയൊക്കെ അറബി സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഇപ്പോഴും സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ പോലും കഴിയുന്നില്ല. അവര് വിദ്യാഭ്യാസം നേടി, പക്ഷേ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കോഴിക്കോടാണ് താമസം, എൻ്റെ അമ്മ കോഴിക്കോട് എൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഈ ഉമ്മച്ചിയെ കാണാൻ ഇവർക്ക് വരണമെങ്കിൽ ഇവരുടെ ഭർത്താക്കന്മാരോടൊക്കെ അനുവാദം ചോദിച്ച് അവരോട് കൈനീട്ടി പൈസ വാങ്ങിച്ച്, കാരണം ഇവർക്ക് കിട്ടുന്ന ശമ്പളം ഇവർ ഭർത്താവിൻ്റെ കയ്യിലാണ് കൊണ്ട് കൊടുക്കുന്നത്. പിന്നീട് ഇവർക്ക് വേണമെങ്കിൽ ഇവർ തന്നെ വാങ്ങിച്ച് അവരുടെ കയ്യിൽ പോയി കൈനീട്ടി വാങ്ങിച്ചെടുക്കണം. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ 100 കണക്കിന് ചോദ്യങ്ങൾ, പലരോടും പെർമിഷൻ എടുത്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ സ്വയം പര്യാപ്തത എന്നതും വ്യക്തിത്വം രൂപപ്പെടുത്തുക എന്നതും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധമുള്ള സംഗതിയല്ല. വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാ. വിദ്യാസമ്പന്നരാണ് എന്ന് കരുതി അവർ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അവർ നല്ല പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് കരുതി ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇവർ ചിലപ്പോൾ ഈ പണം എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാതെ ഭർത്താവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വാപ്പയുടെ കയ്യിൽ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പോൾ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പലതും ഇംപ്ലിമെന്റ് ആണ്.
ഈ ഇംപ്ലിമെന്റേഷനിലാണ് ഇവര് മുന്നോട്ട് പോകുന്നത്. അവര് എന്തുകൊണ്ടാണ് അവരങ്ങനെ വളരെ നല്ല രൂപത്തിൽ ജീവിക്കുന്നത്? ഇതാണ് കാരണം. ഇപ്പൊ എൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ എന്നോട് പറയും, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? എനിക്ക് നീ ജീവിക്കുന്നത് പോലെ ജീവിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ചോദിക്കും, അതെന്താ നിനക്ക് ജീവിക്കാൻ പ്രയാസം? നേരം വെളുക്കുന്നു, എഴുന്നേൽക്കുന്നു, വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നു, രാത്രിയാകുന്നു, ശരി, വീണ്ടും അതുപോലെ തന്നെ ഒരു റുട്ടീൻ പോലെ. അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട് എന്ന് കാണാനോ ചിന്തിക്കാനോ ഇവർക്ക് പറ്റുന്നില്ല. ഇവരുടെ ആകെയുള്ള ലക്ഷ്യം ഭർത്താവ്, മക്കള്, വീട്, ഇത് മാത്രമായിട്ട് ഇവർ ഒതുങ്ങി പോകുവാണ്. ഇതിനപ്പുറത്തേക്ക്. എന്നിട്ട് എൻ്റെ സിസ്റ്റർമാരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ല മൊത്തം കണ്ടിട്ടുണ്ടാവത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളാ, ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാ. അതിനിപ്പോ വാട്ടർ മാർഗമാണെങ്കിലും അതല്ല ഫ്ലൈറ്റ് മാർഗമാണെങ്കിലും ഇതൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ജീവിക്കുന്നത്. അവർക്കതിന് കഴിയുന്നില്ല. അപ്പൊ ഈ പെൺകുട്ടികൾ ചിന്തിക്കുന്നു, ഈ കെട്ടിയിട്ട് എന്തിനാ കുടുംബ കോടതിയിൽ വരാന്തയിൽ പോയി നിൽക്കാനോ? 2-3 കുഞ്ഞുങ്ങളുമായിട്ട്, ഒരു കുഞ്ഞ് നടക്കുന്നുണ്ടാകും, ഒരു കുഞ്ഞ് ഇടുപ്പിലുണ്ടാകും, ഒന്ന് വയറ്റിലുണ്ടാകും. അതുകൊണ്ട് ഞാൻ പഠിക്കാത്തത് കൊണ്ടുള്ള ഭവിഷ്യത്താണിത്. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു ചെറിയ ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാമായിരുന്നല്ലോ എന്ന ഒരു ബോധം ഇന്നത്തെ പെൺകുട്ടികളിൽ ഉണ്ടായിട്ടുണ്ട്. വിവാഹപ്രായം 21 ആക്കാനുള്ള നിയമത്തിന്റെ സമയത്ത് ഇപ്പൊ നിലവിൽ 18ഉം 21ഉമാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് 21ലേക്ക് മാറ്റി ആൺകുട്ടികൾക്ക് 25 ആക്കിയാലോ? എല്ലാ കലാലയങ്ങളിലുമുള്ള കുട്ടികൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റിൽഡ് ആകാൻ പറ്റുമല്ലോ എന്നാണ് അവർ പറഞ്ഞത്. ഒന്നതാണ്. പിന്നെ കുക്കിംഗ് വീഡിയോയ്ക്കകത്ത് ഇൻഷാ അല്ലായും മാഷാ അല്ലായും പറയുന്നത് ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. അവരുടെ വീഡിയോ കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാനും, ഞാൻ മുസ്ലിം തന്നെയാണ് എന്നും, ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയർ അവരാണല്ലോ, അതുകൊണ്ട് അവരാണ് ഇതിങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കുക. അതുകൊണ്ട് അവരിലേക്ക് കൂടി എത്തിക്കാനും അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെയാണ് അസ്സലാമു അലൈക്കും പറഞ്ഞു തുടങ്ങുന്നതും ഇൻഷാ അല്ലായും മാഷാ അല്ലായും ഒക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇമാം അത്തുബരി, അദ്ദേഹം ഈ നിസായിലെ 4-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനത്തെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതായത് ഖുർആൻ പറഞ്ഞത്, പെണ്ണ് ഇനിയിപ്പം നിന്നിൽ നിന്നും എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കും നിന്നോട് എന്ന് നീ പേടിച്ചാൽ, വൈൻ ഖിഫ്തുമല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹുമാ ത്വാബ ലക്കും മിനൻ നിസാഇ മത്ന വസുലാസ വറുബാ, നീ 2 3 4 ഒക്കെ കെട്ടിക്കൂടെ എന്ന് ഒരിടത്ത് പറഞ്ഞു. വേറൊരിടത്ത് പറഞ്ഞത്, അവളെ നീ ഒന്ന് ഉപദേശിച്ചോ, ഫഅലുഹുന്ന, അവളെ ഒന്ന് ഉപദേശിച്ചോ, വദ്രിബൂഹുന്ന, 2 പൊട്ടിച്ചോടാ, വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തടാ, എന്നിട്ട് മറ്റവളുമായിട്ട് നീ ശയിച്ചോ. അപ്പോഴത്തേക്കിന് തന്നെ അവക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകും, ഒരു അപകർഷതാബോധത്തിൽ നിന്നും അവൾ നിന്റെ അടുത്തേക്ക് വലിഞ്ഞു കയറി വന്നോളും, അടിമപ്പെട്ട് കുഴപ്പമില്ലാന്ന്. അപ്പൊ ഇമാം അത്തുബരി ആ വചനത്തെ ന്യായീകരിക്കുവാണ്. ഒരു പുരുഷന് 17 വരെ കെട്ടാമെന്ന്. അതായത് മസിന, ഈ 2, അപ്പൊ 2 × 2, നന്നാല് 4 × 4, 3 × 3, അപ്പോ 19 വരെയൊക്കെ ആകാമല്ലേ, 18 വരെയൊക്കെ ആകാമല്ലേ എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുവാണ്. അതുപോലെ ഈ പെണ്ണിനെ അടിക്കാൻ പറഞ്ഞ വചനത്തെ കുറിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? കിടപ്പറയിൽ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് പെണ്ണിനെ തല്ലാമെന്ന്. ഇമാം അത്തുബരിയുടെ ന്യായീകരണമാണ്. പിന്നെ സ്ത്രീകളുടെ വസ്ത്രം, ഇപ്പോൾ ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള 2 എഫക്റ്റ് ഉണ്ടാകുമല്ലോ. ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഈ 6-ാം നൂറ്റാണ്ടിന്റെ മതത്തിന്റെ പുറന്തോടുകൾ ഭേദിച്ച് പുറത്തു വരുമ്പോൾ ആ സമയത്ത് തന്നെയല്ലേ വീട്ടിൽ പ്രസവിക്കുന്ന അക്യൂപങ്ചറുകാർക്ക് ട്രോഫി കൊടുക്കുന്ന ഒരു രീതിയും നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണല്ലോ. ഒരു ഭാഗത്ത് പുരോഗതി ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് അധോഗതിയും ഉണ്ടാകണം. അങ്ങനെയാണ് 4-ാമത്തെ പ്രസവത്തിൽ ഒരു പെണ്ണിനെ വീട്ടിൽ തന്നെ കൊല്ലുന്ന ഒരു രീതി നമ്മൾ കണ്ടത്. അപ്പൊ വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ലൈംഗിക അവയവം പുരുഷന്മാരോ സ്ത്രീകളോ ഒന്നും ആരും കാണണ്ട. അങ്ങനെ ചത്തുപോകുവാണെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണ്, അത് രക്തസാക്ഷിത്വമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളും പിന്നെ ഈ കാലഘട്ടത്തിലുണ്ട്. പിന്നെ എം അക്ബറിനെ പോലെയുള്ള ആളുകൾ കോട്ടും സൂട്ടും ഒക്കെ ഇടുന്നത് അവര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നില്ലേ? പ്രവാചകൻ ഒട്ടകപ്പുറത്ത് നടന്നിരുന്ന ആളല്ലേ. പ്രവാചകൻ ഈ കാറും വലിയ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളും ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവർക്ക് ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മതത്തെ ഏത് രൂപത്തിലും ന്യായീകരിക്കാനും വളച്ചൊടിക്കാനും ഇവർക്ക് കഴിയുന്നു. പ്രവാചകൻ പറഞ്ഞത് ലാ തർഫഉ അസ്വാത്തക്കും ഫൗക സൗത്തി നബി, പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഏറെ ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കാണ് ഇവർ എക്കോ സ്പീക്കർ ഇട്ടിട്ട് ഇങ്ങനെ ഇത്രയും വലിയ രൂപത്തിൽ വിളിച്ചു പോകുന്നത്. അതുപോലെ ഇവരെല്ലാം തലകുത്തനെയാണ് ചെയ്യുന്നത്. ആദം നബിയുടെ ഭാര്യയായിട്ടുള്ള ഹവ്വ 20 മക്കളെയാണ് പ്രസവിച്ചത്. 20 മക്കളും ഇരട്ട പിള്ളേരായിരുന്നു. അപ്പൊ ഈ 40 പിള്ളേരെ പരസ്പരം കെട്ടിച്ചു വെച്ചു കൊടുത്തിട്ട് നമ്മുടെ അലിയാർ കാസ്മി വന്നിട്ട് പറയാണ് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബൗദ്ധിക നിലവാരം ഇത്രയുള്ളെന്ന് ഇവർക്കറിയാം.
ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളാണ് ഈ 40 മക്കളും 20 പ്രസവത്തിലെ ട്വിൻസ് മക്കള്. പിന്നെ അത് ഇൻസെസ്റ്റ് അഥവാ എന്താണ് രക്തബന്ധങ്ങളിലെ ലൈംഗികത ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത് എന്നാണ് അദ്ദേഹം ന്യായീകരിച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സംശയവുമില്ല, അവർക്ക് 100% അക്സെപ്റ്റബിൾ ആവണത് ഒന്നത്. അതുപോലെ നമ്മുടെ റഫീഖ് സലഫി പ്രസംഗിക്കുവാണ്, ഭാര്യമാർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന വിഷയത്തിൽ നബിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതേ വാചകത്തിൽ അടുത്ത വാചകം പറയുകയാണ്, ഹഫ്സയുടെ വീട്ടില് വേറൊരു അടിമപ്പെണ്ണിനെ പിടിച്ചു കിടത്തി കളിക്കുന്നത് ഹഫ്സ നേരിട്ട് കണ്ടുകൊണ്ടു എന്ന്. ഭാര്യമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് നിർബന്ധമുള്ളവൻ എന്തിനാണ് പെണ്ണുമ്പിള്ളയുടെ കട്ടിൽ വേറൊരു പെണ്ണിനെ പിടിച്ച് കിടത്തി ഭോഗിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഇവർക്കറിയാം, ഇവര് പറയുന്നത് കേൾക്കുന്ന ആളുകളുടെ ഒരു നിലവാരം എന്താണ് എന്നവർക്കറിയാം. അതുകൊണ്ട് ഈ പുരോഹിതന്മാരാരും മതത്തെ മുറുകെ പിടിക്കുന്നവരല്ല. പിന്നെ എങ്ങനെയാണ് അനുയായികള് മുറുകെ പിടിക്കുന്നത്? അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ആദമിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ജാമിത ടീച്ചറോട്? ആദം കോളേജ് കുമാരനാണ് കേട്ടോ ജാമിത ടീച്ചറെ. ഓക്കെ. കോളേജിൽ പഠിക്കുന്ന നാല് സ്ത്രീകളെ, 4 ക്രിസ്ത്യാനി പെൺകുട്ടികളെ അവരുടെ കുടുംബത്തിലേക്ക് മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ അവകാശവാദമാണ്. ഒരിക്കലും അവരെ ഈ റൂമിൽ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. എന്നാൽ 4 പെൺകുട്ടികളെ മതം മാറ്റാൻ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് സാധിച്ചു. മഹാവിജയം തന്നെ. ആദം, ജാമിത ടീച്ചറോട് കയറി വന്നപ്പോഴാ ജാമിത ടീച്ചറോട്ടിരിക്കുന്ന കണ്ടത്. പിരിവെട്ടിയിരിക്കുക. ആദം മൈക്കെടുക്കും. ആദം പിരിവെട്ടി ടീച്ചറൊക്കെ ഞാൻ പിരി അവിടെ വെട്ടിയതെന്ന് ഞാൻ പറയും. മൈക്കെടുക്കും. അതോ ഇനി വീട്ടിലുള്ള ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ മുസ്ലിങ്ങളാക്കിയ പെണ്ണുങ്ങളെ ഇനി ജാമിത ടീച്ചറിന്റെ സംഭാഷണം കേൾപ്പിക്കുവാണോ? എന്തോ നിന്റെ ഉദ്ദേശം? ജാമിത ടീച്ചർ സംസാരിച്ചോ? വിടപ്പാ, കൊല്ലണ്ട, പോട്ടെ. അപ്പോ നമ്മൾ ഇത്രയേ പറയുന്നുള്ളൂ, ഈ ഇസ്ലാം എന്ന മതം ഒരു കാലത്തിനും യോജിച്ചതല്ല. ഇതിനകത്ത് മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലുമില്ല. ഈ പ്രവാചകൻ ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്ന ഒരു നന്മ പോലും ഈ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറഞ്ഞ് പിൻപറ്റാൻ പറ്റില്ല. ഒരു ശിശുഭോഗി എന്നേ വിളിക്കാൻ പറ്റും. ഒരു അടിമഭോഗിയെ അടിമഭോഗി എന്നേ വിളിക്കാൻ പറ്റൂ. അതാരായിരുന്നാലും ശരി. ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല. പ്രവാചകൻ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു എന്ന് കൃത്യമായിട്ട് ആധികാരികമായി മുസ്ലിം പുരോഹിതന്മാർ എഴുതി വെക്കുകയും ആ ഗ്രന്ഥങ്ങൾ അതിന്റെ ഓതന്റിസിറ്റി എന്താണ് എന്ന് പരിശോധിച്ച് അത് ശരിയാണ് എന്ന് അംഗീകരിച്ച് ഇസ്ലാമിന്റെ പ്രമാണമാക്കുകയും ചെയ്തത് മുസ്ലിം ലോകമാണ്, നമ്മളാരും. ഇനിയിപ്പോ ഈ ശിശുഭോഗത്തെക്കുറിച്ച്, ഗുദഭോഗത്തെക്കുറിച്ച്, പ്രകൃതി വിരുദ്ധ ലൈംഗികതയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തു പറയുമ്പോൾ മുസ്ലിങ്ങൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രവാചകന്റെ ചര്യയാണ്, ജീവിതമാണ് എന്ന് അവകാശപ്പെടുന്ന ഈ പുസ്തകങ്ങളിൽ ഇതുണ്ട് എന്ന സത്യം പൊതുജന മധ്യത്തിൽ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ അർഹതയില്ലാത്തവരായിട്ട് മാറുന്നത്? ഇത് എഴുതിയവനല്ലേ മോശക്കാരൻ? ഇത് അംഗീകരിച്ചവരല്ലേ മോശക്കാരൻ? ഇത് പ്രമാണമാണ് എന്ന് അംഗീകരിക്കുന്ന നിങ്ങളെക്കാൾ വൃത്തികെട്ടവരാണോ ഇതിനകത്ത് ഇതുണ്ട് എന്ന് പറയുന്നത്? നിങ്ങളത് മറച്ചു വെച്ച് ജീവിക്കുന്നു, നമ്മളത് തുറന്നു പറയുന്നു. ശിശുഭോഗിയുടെ ഈ ശവഭോഗമടക്കം പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ആദ്യം നിങ്ങൾ റെഡ്യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ വലിച്ചെറിയണം. ഇതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ഞങ്ങൾ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ജീവിക്കുന്നവരുണ്ട്, ഇത് അംഗീകരിക്കുന്നവരുണ്ട്, ഇത് ശരിയാണ് എന്ന് നിയമമായി വെച്ചിരിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. പക്ഷെ ഇന്ന് ഗോത്രക്കാര് പോലും കലാപം ഉണ്ടാക്കും ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ശിശുഭോഗിയുടെ ഇത്തരം ഭോഗങ്ങളെ കുറിച്ചോ മറ്റു ഉഡായിപ്പുകളെ കുറിച്ചൊക്കെ ഒന്നും പറയരുത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ സമൂഹത്തോടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൗനമായിട്ടിരുന്നത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളുടെ പുരോഹിതന്മാരോട് പോയി ഒന്ന് ചോദിച്ച് മനസ്സിലാക്ക്. എന്നിട്ട് വന്ന് ധൈര്യമായിട്ട് നമ്മളുമായിട്ട് സംവദിക്കത്. ഇല്ല എങ്കിൽ ഞങ്ങൾ ഇത്രയും കാലവും തെറ്റാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി നമുക്ക് തിരുത്താൻ ഒരു അവസരം നിങ്ങളായിട്ടെങ്കിലും ഉണ്ടാക്കി തരണം. ശിശുഭോഗിയെയും അടിമഭോഗിയെയും മൃഗഭോഗിയെയും അതിന് പ്രോത്സാഹിപ്പിച്ചവനെയും
നമുക്കൊരിക്കലും മനോഹരൻ എന്ന് പറയാൻ പറ്റില്ല, മഹാ തെണ്ടി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് തെണ്ടിത്തരമാണ്. നമ്മളാരും നമ്മുടെ മക്കളെ കുറിച്ചിട്ട് മോശമായിട്ട് ചിന്തിക്കുക പോലും ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് ബുധഭോഗം, മാതൃഭോഗം, ശിശുഭോഗം, ബാലഭോഗം, സഹോദരീഭോഗം, മൃഗഭോഗം, ഇനി എന്തൊക്കെ ഭോഗങ്ങളുണ്ടോ അതെല്ലാം ഞമ്മന്റെ സ്വന്തമാണ്. സകലമാന ലൈംഗിക വൈകൃതങ്ങളുടെയും ഈറ്റില്ലമാണ് ഈ മതം എന്ന് ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തെളിയിക്കുന്നത്. സ്ത്രീകളോട് ഏത് രൂപത്തിലുള്ള ലൈംഗിക കലാപരിപാടികളും ചെയ്യാൻ മതത്തിന്റെ ഗ്രന്ഥം ആധികാരികമായി തന്നെ അംഗീകാരം കൊടുക്കുന്നു. ഈ സകലമാന വൈകൃതങ്ങളും അടങ്ങിയ ഈ പുസ്തകങ്ങൾക്കകത്ത് നിങ്ങൾക്കൊരു പക്ഷേ മൊറാലിറ്റി കാണാൻ കഴിഞ്ഞേക്കാം, അത് നിങ്ങൾ വെച്ചോ. അത് മൊറാലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് വരരുത്. ഈ വൈകൃതങ്ങളെ എതിർക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെ പുണ്യമായി കാണുന്നവർക്ക് കാണാം, പക്ഷെ എന്നോടും പുണ്യമായിട്ട് കാണാൻ പറയരുത്. നിങ്ങളുടെ മകളെ നിങ്ങൾ മകളായി കണ്ടോ, കെട്ടിച്ചു കൊടുക്കുന്ന മരുമോനോട് പറയരുത് മകളായി കാണാൻ. അത് നടക്കില്ല. ഇത് അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം, അത് വിശ്വസിക്കാം, പക്ഷെ പബ്ലിക്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം ഒരേ സമയത്ത് ലൈംഗിക വൈകൃതങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കുകയും ആ രൂപത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൃത്യങ്ങളോട് മൗനമായിരിക്കുകയും നിങ്ങൾ ചെയ്യുന്നു. ഉസ്താദുമാര് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ. കുഞ്ഞുങ്ങളെ കമിഴ്ത്തി കിടത്തിയിട്ടും മലർത്തി കിടത്തിയിട്ടും എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ കുറ്റവാളികളാണ് എന്ന് പബ്ലിക്കിൽ വന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൗനം അതിന് അനുമതി നൽകുന്നതാണ്. നമ്മുടെ കിതാബിൽ ഇത് ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ഒരു കാമ ഭ്രാന്തൻ ഒരു പെണ്ണിനെ കയറി പിടിച്ചാൽ, അതല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടു എന്ന് കരുതി സ്വയംഭോഗത്തിന് തയ്യാറായാൽ അവന്റെ ലിംഗം ഛേദിക്കണം എന്ന ഒരു നിയമം ഈ രാജ്യത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതിനി ആരോടായിരുന്നാലും ശരി, സ്വന്തം മക്കളോട് പോലും അവരുടെ വയറ്റിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ പിതാവ് ഞാനാണ് എന്ന് ധൈര്യത്തോടെ പറഞ്ഞ്, എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മകളെ ഭോഗിച്ചു എന്ന ചോദ്യത്തിന് എന്റെ പറമ്പിൽ കൃഷി ചെയ്താൽ അതിനകത്തുണ്ടാകുന്ന വാഴക്കൊല ഞാൻ വെട്ടണോ നീ വെട്ടണോ എന്ന് ചോദിക്കാൻ ഉളുപ്പില്ലാത്ത രൂപത്തിലുള്ള വിവരദോഷികൾ, അതിനും ഉസ്താദുമാരല്ല, അതിനും ആരായിരുന്നാലും ശരി, അവര് മനോഹരനായ തെണ്ടി എന്ന് നമ്മൾ പറയും. നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൃഗഭോഗവും ശവഭോഗവും ഒക്കെ വളരെ മോശമാണ് ഈ പുരോഗമന കാലഘട്ടത്തിൽ. ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രണ്ട് പെൺകുട്ടികള് അവര് മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചില്ല എന്ന കാരണത്താൽ, അതല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രം വലിച്ചെറിഞ്ഞു എന്ന കാരണത്താൽ, കണ്ണന്റെ ചിത്രം ഒരു മുസ്ലിം പെൺകുട്ടി വരച്ചു എന്ന കാരണത്താൽ നിങ്ങൾക്ക് വ്യഭിചരിക്കാൻ പോകുന്നതല്ലേ ഇതിലും നല്ലത് എന്ന് ചോദിക്കുന്നതിനോട് തീർത്തും വിയോജിപ്പാണ് നമുക്ക്. കാരണം ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി അവനവന് യോജിച്ച രൂപത്തിലുള്ള അഭിരുചിക്കിണങ്ങിയ തൊഴിലുകൾ തെരഞ്ഞെടുത്ത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ മതവിശ്വാസികൾ വന്നിട്ട് പറഞ്ഞു, നിനക്കെന്താ തട്ടമിട്ടാല്, നിനക്കെന്താ വിശ്വാസിയായാല്, നീ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, നീ എന്തിനാണ് ഞങ്ങളുടെ മതത്തെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് തുടരും. ഓക്കെ. ടീച്ചറെ വളരെയധികം നന്ദി താങ്കളുടെ ഈ ശക്തമത്തായ ഈ വാക്കുകൾക്ക്. ഇപ്പോൾ എനിക്ക് ഒരാൾ വാക്കാണ് ഓർമ്മ വരുന്നത്, നമ്മുടെ പിണറായി വിജയന്റെ. എന്തൊരു മാറ്റമാണ് ഈ നാടിന്, എന്തൊരു മാറ്റമാണ്. ബാക്കിയൊന്നും പറയുന്നില്ല. പണ്ടത്തെ ഒരു 10 വർഷം മുമ്പോട്ടൊരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്താൽ മതി. പണ്ട് മുഹമ്മദിന്റെ മാ എന്ന് പറയുമ്പോൾ അടി വീഴുന്ന സമയത്ത് മുഹമ്മദിന് മണ്ണിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ എല്ലാം പ്രവർത്തനം ഇതിന്റെ പുറകിലുണ്ട്. ഞങ്ങൾക്ക് ഊർജവുമാണ്. ബാക്കിയുള്ളവർക്ക് മൈക്കെടുക്കാം. എനിക്ക് പോകാനായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 9 മണി വരെ ഞാൻ ഉണ്ടാകത്തുള്ളൂ എന്ന്, കേട്ടോ. ജാവേദ ടീച്ചറെ, ഈ മുസ്ലിം ലോകത്ത് സ്ത്രീകള് ഇങ്ങനെ കെട്ടിഞ്ഞാന്ന് കിടക്കേണ്ടി വരുന്നതിന്റെ കാരണം ഒരു സോഷ്യൽ ബോണ്ടേജ് ആണോ? അന്യോന്യം കുടുംബത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്കൊരു വിലയില്ലാതെ വരും എന്നുള്ള ഭയം ആണോ? അത് ജാവേദ ടീച്ചർ അത് ഓവർകം ചെയ്തു. ഇവരെ പിന്നോട്ട് വലിക്കുന്ന ഘട്ടം. കാരണം ഇപ്പൊ ലീസിസ്റ്റ് പറഞ്ഞ പല എക്സാമ്പിളും അതൊരു ഉദാഹരണമാവണം. അവർക്ക് ഈ മതം വിടാനും ഒക്കുന്നില്ല, എന്നാൽ അതിലുള്ളതെല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നുമില്ല. അതിന് നല്ലൊരു ഉത്തരം ജാവേദ ടീച്ചർ പറഞ്ഞു. ഒരു സോഷ്യൽ ബോണ്ടേജ് ആണോ ഇവരെ അങ്ങനെ കെട്ടിയിടുന്നത്?
ഒന്നാമത്തെ കാര്യം, ചെറിയ പ്രായം മുതൽ, അതായത് ഒരു 3-3.5 വയസ്സ് മുതൽ നമ്മുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് അടിച്ച് കയറ്റപ്പെടുന്ന നരകം, സ്വർഗം, വിചാരണ, മഹിഷറ, അങ്ങനെ ഇരുമ്പ് ദണ്ട് കൊണ്ടുവരുന്ന അടി, കത്തിയെരിയുന്ന നരകം, മനുഷ്യനും കല്ലുകളുമൊക്കെ ഇന്ധനങ്ങളാക്കപ്പെടുന്ന ഒരു നരകം, ഇനി എങ്ങാനും അത് കാണുമോ എന്ന് എത്രയോ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ മരണത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയും ഇല്ല. അപ്പൊ ഞാൻ ഒരാളിങ്ങനെ എന്നോട് മരണത്തെ പേടിക്കുന്നുണ്ടോ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇവിടെ നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളിലായിരുന്നു ആ സമയത്ത് യുക്തിവാദികളുടെ ഒരു സമ്മേളനം. അപ്പൊ ഞാനൊരു മെഴുകുതിരി അവിടെ ഇരുന്നു. ആ മെഴുകുതിരി എടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഈ മെഴുകുതിരി എവിടെ? മെഴുകുതിരി ഇവിടെ ഉണ്ട്. ശരി. ഞാൻ പെട്ടെന്ന് തീപ്പെട്ടി വരച്ചൊന്ന് കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കത്തിയില്ലേ ഇപ്പോൾ? അത് ഞാൻ ഊതിക്കെടുത്തി. പോയില്ലേ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇനി മരിച്ചു കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ടെങ്കിൽ അന്നേരം അതിനെക്കുറിച്ച് ആലോചിക്കുക. അതിനെക്കുറിച്ചിട്ട് ഓർത്ത് പേടിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നെങ്കിൽ ഇപ്പോഴേ തുണി പൊക്കി പിടിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരെ കൺവിൻസ് ചെയ്യുക ചെയ്ത്. ഒരു ഭയം ഇവരിൽ അന്തർലീനമായിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് പേടിയുണ്ടോ? മരിച്ച് പരലോകത്തെത്തുമ്പോഴേക്കൊരു സ്വർഗമോ നരകമോ ഒക്കെ ഉണ്ടാകുമോ എന്ന് നിനക്ക് പേടിയുണ്ടോ? ഒരു ലവലേശം പോലും ഭയം എനിക്കില്ല, ഒട്ടും പേടിയില്ല. ഇനി അങ്ങനെ എങ്ങാനും ഒരു പരലോകം ഉണ്ടെങ്കിലോ? അപ്പം നിങ്ങളൊക്കെ ഇല്ലേ എനിക്ക് വേണ്ടി വാദിക്കാൻ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി, എൻ്റെ കുഞ്ഞനിയത്തിയാണ്, ഏറ്റവും വലിയ അനിയത്തിയാണ്, ഞങ്ങൾ എടുത്ത് തോളിൽ വെച്ച് കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ അവളിങ്ങനെ നരകത്തിൽ കിടന്ന് എരിയുന്ന കാണുമ്പോഴേക്ക് ഞങ്ങൾക്ക് വിഷമമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ അതങ്ങ് കഴിഞ്ഞില്ലേ? നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നവർ എന്താഗ്രഹിച്ചാലും നടക്കുമല്ലോ. ചില ആളുകൾ മതം ഉപേക്ഷിച്ചെങ്കിലും അവരുടെ ഉള്ളിൽ ഈ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഈ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ദുർബല മനസ്കരാണ്. കാരണം ഭർത്താവിൻ്റെ കാൽപാദത്തിനടിയിലാണ് ഭാര്യയുടെ സ്വർഗം. അപ്പോൾ ചിലരത് പേടിക്കുന്നു. ഇപ്പോഴും ഭർത്താവിനെതിരെ കൈ പൊക്കാൻ പാടില്ല. എന്നെ ഒരു അടി അടിച്ചാൽ ഞാൻ തിരിച്ച് 2 അടി അടിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും. അതല്ലെങ്കിൽ ചവിട്ടി കൂട്ടി ഒരു മൂലക്കിരുത്തും ഞാൻ. ഇതുപോലെ ഒരു പക്ഷേ എല്ലാ സ്ത്രീകൾക്കും സാധിച്ചെന്ന് വരില്ല. ഞാൻ ഇന്നല്ല, വിശ്വാസിയായിരിക്കുന്ന സമയത്തും ഞാൻ എക്സ്ട്രാ ബോൾഡാണ്. എന്നെ ആരെയും ഭരിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലെ എല്ലാ സ്ത്രീകളെയും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ജോലിക്കാരൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ ഉള്ളിൽ ഒരു അടിമ ബോധം വന്നു. ഭർത്താവിന് കീഴൊതുങ്ങി ജീവിക്കണം, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, മൂളിപ്പാട്ട് പാടാൻ പാടില്ല, അവരുടെ അനുമതി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു അടിമ ചിന്താഗതി അവർക്ക് വന്നു. പക്ഷേ എൻ്റെ ഒരു സിസ്റ്റർ ഇന്ന് ഫ്രാൻസിലാണ്. കാരണം അവള് ഇസ്ലാമിക വസ്ത്രങ്ങളോ വേഷമോ ഒന്നും ഇടുന്ന ആളല്ല. വേറൊരു സിസ്റ്റർ ഇന്ന് ഷാർജയിലാണ്. അപ്പൊ അവരൊക്കെ കുറേയേറെ മാറി ചിന്തിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ 7 പെൺകുട്ടികളാണ്. മാറി ഒരു പരിധി വരെ അവർ ചിന്തിച്ച് വരുന്നുണ്ട്. വേറൊരു സിസ്റ്റർ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിൽ 100 കണക്കിന് ആളുകളെ ജോലിക്ക് വെച്ച് JCB അടക്കം ഒരു 5-6 JCB ഉണ്ട് സ്വന്തമായിട്ട്, കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാ. പക്ഷെ അതേ കുടുംബത്തിൽ തന്നെ മതത്തിനകത്ത് നിൽക്കുന്ന, മുഖം വരെ മറയ്ക്കുന്ന സിസ്റ്റർ, ഗ്ലൗസ് ഇടുന്ന സിസ്റ്റർ ഉണ്ട് എനിക്ക്. അപ്പൊ ഇതെല്ലാം സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ സ്ത്രീകള്, ഒന്നാമത്തെ കാര്യം, മതത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവർ ചിന്തിച്ചാൽ പോലും കുടുംബത്തിലെ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടത്തില്ല. മതത്തെ ധിക്കരിച്ചിട്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് എന്നായിരിക്കും ആദ്യം ചോദിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിലൊക്കെ പോയിരുന്നൊരു ജാസ്മിൻ ജാഫർ. ആദ്യം ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് പറഞ്ഞിരുന്നത് പെർഫ്യൂം അടിക്കാൻ പാടില്ല, ഹറാമാണ്, ക്യൂടെക്സ് ഇടാൻ പാടില്ല, ഹറാമാണെന്ന. ഇന്നത് നിക്കറിട്ടിട്ട് തായ്ലാൻഡിൽ പോയിരിക്കുന്നു. അപ്പോൾ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നത് എങ്ങനെയാണ്? അതിനൊരു വരുമാനമായി, അതിന് ഫിനാൻഷ്യലി ഫ്രീഡം നേടാൻ കഴിഞ്ഞു. അതൊരു സംരംഭക കൂടിയാണ്, ഒരുപാട് രൂപത്തിൽ അത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതിനൊരു പോപ്പുലാരിറ്റി കിട്ടി, നല്ല രൂപത്തിൽ അതിന് മറ്റുള്ളവർ അറിയപ്പെടുന്ന രൂപത്തിൽ ഒരു സെലിബ്രിറ്റി ആകാൻ കഴിയും. അപ്പൊ പണം കിട്ടിയപ്പോൾ അത് ആ മതം വലിച്ചെറിഞ്ഞു, പബ്ലിസിറ്റി കിട്ടിയപ്പോൾ അടിമ ബോധം അത് വലിച്ചെറിഞ്ഞു. സ്ത്രീകൾ ഇങ്ങനെ തന്നെ നിന്ന് ചിന്തിക്കാൻ കാരണം അവരുടെ മക്കള്, അതല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെയൊക്കെ കല്യാണം, മരിച്ചാല് പള്ളിയിൽ അടക്കുമോ, കുടുംബത്തിൽ നിന്നുള്ള ഭ്രഷ്ടുകള്, സമൂഹത്തിലുള്ള ഒരുപാട് ഭ്രഷ്ടുകൾ. ഇപ്പൊ ഞാൻ എൻ്റെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ഒരു വിശേഷങ്ങൾക്ക്, ഒരു മരണത്തിനോ ഒരു കല്യാണത്തിനോ ഒക്കെ പങ്കെടുത്തിട്ട് എത്രയോ വർഷങ്ങളായിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തില് ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു. മാമയുടെ ഭാര്യയാണ് മരിച്ചത്. ഒരാൾ പോലും വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് പോലും. അതായത് അവര് നമ്മളെ ഇങ്ങനെ ഭ്രഷ്ടാക്കിയിട്ടിരിക്കുക. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ ഇങ്ങനെയാണ്, ഈ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്നത് കൊണ്ട് നമ്മളെ അവരാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് പക്ഷേ
സാമൂഹ്യമായി ചിന്തിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ വലിയൊരു വിഭാഗത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകും. നമ്മളെ അവർ മനുഷ്യരായിട്ട് അംഗീകരിക്കും. അത് മതിയെന്നേ. അങ്ങനെ ചിന്തിക്കാൻ ഇന്ന് ഒട്ടേറെ ആളുകൾ ഈ കേരളക്കരയിൽ സജ്ജരായിട്ടുണ്ട് എന്നതാണ് നമ്മൾ എടുത്ത ഒരു എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു, എനിക്ക് പോകാമോ? താങ്ക് യു ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. ദൈവം സഹായിക്കട്ടെ.